ക്രൈസ്തവ ജീവിതത്തെ അത്ഭുതകരമായ ജീവിതം എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ മിറക്കിൾ ലൈഫ്. Even as I declare this year as a year of victory, Christian life is a life of miracles. നമ്മളത് മറന്നു പോകരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിക്കോണം, അത് ഒരു അത്ഭുതകരമായ ജീവിതം. Christian life is a miraculous life. അത് നമ്മൾ ഇവിടെ ആസ്വദിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. God wants us to enjoy that here on the earth. അതിനെ നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത്. That's why we are placed here. അപ്പൊ അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുമ്പോഴാണ് നമുക്കിത് ഒരു അത്ഭുതം നമുക്ക് തോന്നത്തില്ല. Often we forget that, and so we don't get to see miracles. ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റ് അല്ല, ഇതൊരു ഗ്ലോറിയസ് ഏരിയയാണ്. ഇത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. This is not a psychological effect. This is something God does for His കൈ children. അടിക്കുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് തോന്നും. കുറെ നേരം കൈ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു ബലം പോലെ തോന്നും. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. When you clap your hands, you kind of feel a positive energy, and then you suddenly feel a strength in your body. That is all the positive effect of clapping hands. അതൊക്കെ മറ്റു മതക്കാരതൊക്കെ ഈ ഇതിൽ നിന്ന് അവര് ഏറ്റെടുത്ത് അവരത് ചെയ്യുന്നുണ്ട്. Even other religions are adopting this practice from Christianity, and they are doing this. എന്നാൽ പരിശുദ്ധാത്മ നിറവുള്ള ഒരുവൻ കൈയടിക്കുന്നത് അതൊരു സൈക്കോളജിക്കൽ പ്രോഗ്രാം അല്ലത്, ഇതൊരു ഡിവൈൻ പ്രോഗ്രാം. But those who are filled with the Holy Spirit, when they clap hands, is not a psychological program, it's a divine effect. അവന് ഈ ഇമോഷണൽ ഏരിയ എന്ന് പറയില്ല, വൈകാരിക തലം എന്ന് പറയത്തില്ല. വൈകാരിക തലത്തിൽ പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വരും, അല്ലെങ്കിൽ നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ഇതൊക്കെ ഇമോഷണൽ ഏരിയാസാണ്. In our emotional level, sometimes we feel happy, sometimes we feel sad, we shed tears. All those happens at the emotional level. അതുകൊണ്ട് നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ വ്യക്തിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്ന് പറയുന്ന വ്യക്തിയിൽ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടാണ് സംഭവിക്കുന്നത്. All those things happen because we are depending on our own self. എന്താ ഈ ഗോഡ്സ് പാർട്ടിക്കിൾ, ദൈവാംശം നമ്മളിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം കാണിക്കാനാണ് നമ്മളെ ഡിവൈൻ നേച്ചറിന്റെ we are the partakers of divine nature എന്ന് എഴുതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാക്കിയാണ് നമ്മളെ തീർത്തത്. But God has made us partakers of His divine nature. അപ്പൊ ദൈവത്തിന് ഈ വികാരമൊന്നുമില്ല. God doesn't have all these നമ്മൾ കരഞ്ഞ അവനെ emotions. ദൈവം സങ്കടപ്പെടുത്തൊന്നുമില്ല. When we cry, He doesn't അങ്ങനല്ല feel ദൈവം. sad. അത് ജെയിംസ് 1:17 പറയും, യാക്കോബ് 1:17 പറയുന്നത് അവൻ അങ്ങനത്തെ ഇമോഷൻസ് ഒന്നും കൈകാര്യം ചെയ്യുന്ന ആളല്ല ദൈവം. He's not a God who handles emotions like the way we do. നമ്മുടെ ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിയിട്ട് അവന്റെ അഭിഷേകത്തെ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants to give us His anointing instead of our emotions. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വികാരം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആത്മീയ അഭിഷേകത്തെ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് അതിന്റെ അർത്ഥം. If you are always emotional about everything, then you are not handling your anointing well. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ദേഷ്യം വരിക, ചൂടാകുക, തോന്നിയതുപോലെ പോവുക, ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു വൈകാരിക തലമാണ്. വൈകാരിക തലം. Getting പിണങ്ങുക, angry too quickly, getting offended വിദ്വേഷം all the കാണിക്കുക, time. മനസ്സിലായി, എതിർക്കുക, ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള എല്ലാം വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈൻ നേച്ചർ, ദൈവിക ഭാവമല്ലത്. That is not a divine nature. യേശുവിനെ നമുക്ക് കാണിച്ച ഏറ്റവും വലിയ എക്സാമ്പിൾ, ഉദാഹരണം, സ്വർഗത്തിൽ നിന്ന് വന്ന് ദൈവത്തിന്റെ പുത്രനായ യേശു നമ്മുടെ എക്സാമ്പിൾ. Jesus who came down from heaven is our example. യേശു എന്താ പറഞ്ഞത്? ഇവിടെ അടിച്ച തിരിച്ചടിക്കാനാന്ന് പറഞ്ഞത്. What did Jesus say? Slap back. അപ്പം മോശയുടെ ന്യായപ്രമാണം വരെ വൈകാരികപരമായ കാര്യങ്ങളായിരിക്കുന്നത്. കണ്ണിന് പകരം കണ്ണ്. Until the law of Moses, it was eye for eye, tooth for tooth. പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ അടിച്ചാൽ തിരിച്ചടിക്കണമെന്നാ. And the law demanded that you retaliate back. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കാണിച്ചത്, ആ പറയുന്ന ന്യായപ്രമാണം ഇരുട്ടിൽ വസിക്കുന്നതാണ്, ഇരുട്ടിലായിരിക്കുന്ന ന്യായപ്രമാണം. And that law, as I mentioned the other day, dwells in darkness. കണ്ട, ആ ഡാർക്ക്നെസ്സിന്, ആ ഇരുട്ടിന് ഇപ്പോഴും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. And that darkness still has an influence. അതുകൊണ്ട് കൊലോഷ്യൻസ് 1-ാം കൊലോസ്യർ 1:13 എഴുതിയിരിക്കുന്നില്ല, നമ്മുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും, ഫ്രം ദ പവർ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ അതോറിറ്റിക്കകത്തും നമ്മളെ വിളിച്ചിട്ട് എങ്ങോട്ടാ മാറ്റിയത്? ഡിവൈൻ നേച്ചറിന്റെ ഭാഗമാക്കി മാറ്റി. That's why it says in Colossians 1:13, He has delivered us from the power of darkness and made us partakers of His divine nature. ഇതാ മിറക്കിൾ ലൈഫ് എന്ന് പറയുന്നത്. ഒരു അത്ഭുതകരമായ ജീവിതമാണ്. നമുക്കിത് മനസ്സിലാകാത്തതുകൊണ്ട് കണ്ട സെൽഫ് കളിക്കുന്നിട്ടില്ല. പെട്ടെന്ന് കണ്ടില്ലേ നമ്മളോ ഞാൻ എന്ന് പറഞ്ഞ സാധനം കയറി വരുവാ പെട്ടെന്ന്. ഞാൻ
We don't understand this, and so our self is taking over and playing. It's not about us, it's all about him. നമ്മളെ കുറിച്ചുള്ളതല്ല ഇത്. നമ്മൾ ഇവിടെ നിൽക്കുന്നതിനെ നമുക്ക് വേണ്ടിയല്ല, ഒരുത്തന് വേണ്ടിയാ നിൽക്കുന്നത്. അവന്റെ പേരാ യേശു എന്ന് പറയുന്നത്. It's not about us, it's about him. We are standing here യേശു not for യേശു ourselves, but എവിടെയുള്ളവനെ? for him. യേശു എവിടെയുള്ള ആളാണ്? വെളിച്ചത്തിരിക്കുന്ന ആളാണ്. Jesus dwells in the light. മത്തായി 5:14 എന്തോ എഴുതിയിരിക്കുന്നു? Matthew 5:14. ഒന്ന് വായിച്ചു കേൾപ്പിച്ചു തന്നെ. മത്തായി 5:14 എന്തോ എഴുതിയിരിക്കുന്നത്? ഗിരിപ്രഭാഷണത്തിൽ ബിയാറ്റിറ്റ്യൂഡിനകത്ത് പറയുന്ന എന്താ പറഞ്ഞ? നിങ്ങൾ അപ്പൊ ലോകം എന്ന് പറയുന്നത് എന്തോ? ലോകമായി അന്ധകാരം അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസ് കിടക്കുന്ന ഏരിയ. You are എന്തിന്റെ the light of ഇൻഫ്ലുവൻസ്? the world. ഇരുട്ടിന്റെ ഇൻഫ്ലുവൻസ് കിടക്കുന്ന ഏരിയയാണ് ഈ ലോകം എന്ന് പറയുന്നത്. നമ്മൾ ലോകത്തിന് വെളിച്ചമാണ്. And we are called to be the light of the world. കാരണം എന്താണെന്നറിയോ? ജോൺ 8:12, യോഹന്നാൻ 8:12 അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ലോകത്തിന് വെളിച്ചമായത്. John 8:12 says, because so we are his. ഞാൻ ലോകത്തിന്റെ. അപ്പം ഒരാൾ വന്നിട്ട് പറയാ, അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ശക്തികൾ ഇരിക്കുന്നു അതിന്റെ മേൽ വെളിച്ചമായി വന്ന ആളാണ് ഞാൻ. Whatever powers are there, I have come as light. എന്നിട്ട് നമ്മളെ ഓരോരുത്തരെയും നോക്കിയിട്ട് പറയുകയാണ്, ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാലേ, നിങ്ങളെ ഓരോരുത്തരും നോക്കിയിട്ട് യേശു പറയുന്നത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. Jesus looks at each one of us and says, you are the light of the world. എന്ന് പറഞ്ഞാൽ മലയിലിരിക്കുന്ന ഒരു പട്ടണം പോലെ. Which means we are like a city on a ഇപ്പൊ hill. നിങ്ങളെല്ലാം അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ കാണാം. ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നവർക്ക്, കുനിഞ്ഞ കാലിന്റെ നഖം കണ്ടോണ്ടിരിക്കുന്നവരത് കാണത്തില്ല. ഇവിടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നവരത് കാണും. We are visible to all of you as we are standing. അതാ ഈ മലയെന്ന് പറഞ്ഞ് ഇച്ചിരി ഹൈ പ്ലേസ്. യേശുവിനെ ഒരാൾ അറിയുമ്പോൾ അവനൊന്ന് എലിവേറ്റഡ് ആവും. If someone comes to know about Jesus, ഇവിടെ he will be ശ്രദ്ധിച്ചേ, elevated to stand കുഞ്ഞിനെ on a കളിപ്പിക്കാൻ hill. പോകാതെ ഇവിടെ ശ്രദ്ധിച്ചേ, കുഞ്ഞിനെ കളിപ്പിക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ, പിള്ളേർ അതുവഴിയൊക്കെ നടക്കട്ടെ. അവനെ വിട്ടേരെ, അവൻ അതുവഴി അങ്ങോട്ട് പോട്ടെ. ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ യേശുവിനെ എപ്പോ അറിയുന്നു, അന്നേരം തൊട്ട് നമ്മൾ ഉയർച്ച പ്രാപിക്കും. The moment we get to know Jesus, we begin our journey of going up. നമ്മൾ എപ്പോൾ യേശു കർത്താവാണെന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു, അവൻ ഉയർച്ച പ്രാപിക്കും. Whoever says Jesus is Lord is on an upward journey. അവന് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും. He will begin to be noticed. നമുക്കത് പിടികിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോഴും വിചാരിക്കുന്നത് യേശു എന്ന് പറയുന്ന ഒരു പേര് ചുമ്മാ ഇങ്ങനെ വന്ന് എന്തോ കാണിച്ചു പോയതാ പറയുന്നത്. നമുക്കതിനുള്ള സീരിയസ്നെസ് ഇല്ല, അതിനുള്ള ആ ബോധം. അല്ല, ഞായറാഴ്ച പള്ളി വരാതിരിക്കത്തില്ലല്ലോ. മനസ്സിലായി? ഞായറാഴ്ച പള്ളി വരാത്തെന്ന് പറഞ്ഞാൽ ബോധമില്ലാത്തത് കൊണ്ട്. We don't understand the seriousness of ഞാൻ receiving the name of ആരാണെന്ന് Jesus. എനിക്കറിയത്തില്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് വല്ല താല്പര്യം വരുമോ? If I don't know who I am, then we won't be interested in the നമ്മൾ things of God. മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടു. എന്താ വെച്ചാൽ ലോകവും അതിന്റെ ചിന്തകളെല്ലാം നമ്മൾ വിട്ടിട്ട് വെളിച്ചമാകുന്ന യേശുവിലേക്ക് വന്നതാ. We have left the world and its desires and we have come to the light Jesus. ശിവസിനോട് ഒരു കഥ പറയാം, മലയാളം മനസ്സിലാകുന്നോട്ട് പറയാം. ഒരു വീട്ടിൽ ഒരു ഫ്യൂണറൽ നടക്കുകയാണ്. രാത്രിയില് അപ്പച്ചൻ മോനോട് ഒരു പെട്രോമാക്സ് അറിയാമല്ലോ എന്തുവാണ്, പെട്രോമാക്സ് കത്തിച്ചിട്ട് പറഞ്ഞു, ഈരിട്ടുള്ളിടം നോക്കി മോനെ അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. So there was a funeral happening at a home, and so the grandfather told the little boy, light up Petromax, and wherever there is darkness, you just keep this light. അവൻ ഈ വീടിന് ചുറ്റുമെല്ലാം നടന്നു എന്ന് പറഞ്ഞു, ഞാൻ ഇരുട്ടം കണ്ടില്ലെന്ന് പറഞ്ഞു. He went around the house and said, I don't see any darkness. വെളിച്ചം കൈയിരിക്കുമ്പോ ഇരുട്ട് വരുമോ? Because he is carrying the light, he cannot see ഓരോരുത്തരുടെ any വ്യക്തിപരമായ darkness. ജീവിതത്തിലോട്ട് ഞാൻ നോക്കി പറയാം, നിങ്ങളുടെ ജീവിതത്തിന് അന്ധകാരം ഉണ്ടാക്കുന്ന വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. I want to tell you, the person who is creating darkness in your life is none other than you yourself. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇല്ലായ്മകളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ വല്ലായ്മകളും എല്ലാം നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിക്കുന്നതാ. All the lack and all the faults in your life are because of your own doings. ഞാൻ കഴിഞ്ഞ 1-ാം തീയതി രാത്രിയിലും പറഞ്ഞതാ, അനുസരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ദൈവസഭയ്ക്കകത്ത്. In the church of God, obedience is a key. അനുസരിക്കാത്ത ഒരാളും നന്നായി വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സത്യമായിട്ട് പറയാം, എന്റെ ഇത്രയും നാളത്തെ മിനിസ്ട്രി എക്സ്പീരിയൻസിൽ ഞാൻ പറയില്ല, ഒബീഡിയൻസ് ഇല്ലാത്ത ഒരാൾ ഉയർന്നു വരത്തില്ല. I have never seen anyone without obedience coming up in life. ഈ ഒബീഡിയൻസ് എന്താ വെച്ചാൽ അവർ പോയി ആലോചന ചോദിക്കും, കൗൺസിൽ എടുക്കും. കാര്യം എല്ലാവർക്കും എല്ലാം അറിയത്തില്ല. അപ്പൊ കൗൺസിൽ ചോദിക്കുമ്പോൾ കൗൺസിൽ കേട്ടിട്ട് തീരുമാനത്തിൽ പോകാനാ കൗൺസിൽ ചോദിക്കുന്നത്. You come and ask for counsel and you hear the counsel.
അപ്പൊ അതിന് ഓപ്പോസിറ്റായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോത്തേ ഉള്ളൂ. നമ്മൾ നന്നായി വരുമെന്ന് അന്നേരം നമുക്ക് വേണേ തോന്നുമായിരിക്കും, ഒരു തിക്കാരം പോലെയൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നന്നായി വരത്തില്ല. അതുകൊണ്ട് ഈ പഴയ നിയമം വായിക്കുമ്പോൾ തന്നെ കാണുന്ന അനുസരണം ബലിയേക്കാളിലും ഈ പള്ളി വരുന്നതും ഈ കുർബാന കൊണ്ടതും ഒന്നും അല്ല വിഷയം, അനുസരണം ഏറ്റവും വലിയ വിഷയം. പാട്ടുപാടിപ്പം കൈ പൊക്കി പിടിച്ച് നിന്നോ, പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുടച്ചു മേളോട്ട് ഇങ്ങനെ സ്വോത്രം എന്ന് പറഞ്ഞു ഒന്നുമല്ല വിഷയം. നീ അനുസരിക്കുന്നുണ്ടോ? അനുസരിച്ചാൽ നീ ഓണം പിടിക്കും. Obedience is better than sacrifice. അനുസരണമായ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോഴേ നമ്മുടെ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഈ ധിക്കരിക്കാൻ തോന്നുന്നു, എതിർക്കാൻ തോന്നും പെട്ടെന്ന്. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഇതന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്തതന്നെ കുഴപ്പം, ധിക്കാരം അറിയാതെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ സെൽഫിനെ കൊല്ലുന്നില്ല, നമ്മുടെ സ്വയത്തെ നമ്മൾ നശിപ്പിക്കുന്നില്ല. There is a tendency to rebel because we are not killing ourselves. Whole Bible, എൻ്റെ Bible, go through the every chapters. ആരെല്ലാം റിബലിയസ് ആയിട്ട് നിന്നിട്ട് അവരാരും ഉയർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? You look at the entire Bible. Whoever has rebelled has suffered. അപ്പൊ വിക്ടോറിയസ് ലൈഫ് നടക്കണമെങ്കിൽ ഇതൊരു അത്ഭുതകരമായ ജീവിതമാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. To walk in victory, we must understand this is a life of miracles. ക്രിസ്തീയ ജീവിതം എന്തുവാ? ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ മിറക്കിൾ ലൈഫ്. അത്ഭുതത്തിന്റെ ജീവിതമായത്. Christian life is a miracle life. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. Daniel chapter 4 verse 3. അവന്റെ അടയാളങ്ങൾ എത്ര വലിയവ, അവന്റെ അത്ഭുതങ്ങൾ എത്ര ശ്രേഷ്ഠമായവ. അത് മതി, മാത്രം മതി. അവന്റെ അത്ഭുതങ്ങൾ, അത്ഭുതകരമായ ജീവിതത്തിനകത്ത് അവന്റെ അത്ഭുതം എത്ര ശ്രേഷ്ഠമെന്നാ പറഞ്ഞത്. How great are his signs and how mighty his wonders. How mighty are his wonders എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ശ്രേഷ്ഠമായതാണ് അവന്റെ അത്ഭുതങ്ങൾ. അപ്പൊ അത്ഭുതം എന്ന് അത്ഭുതകരമായ ജീവിതം എന്ന് പറയുമ്പോഴേ മനസ്സിലാക്കണം, ശ്രേഷ്ഠമായ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. Which means mighty wonders happen in our lives. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. പൈസയെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഞാൻ കാശിലായിരുന്നപ്പോൾ ആരാണ്ട് കാശ് തന്നതൊന്നും അല്ല പറയുന്നത്, അതിനേക്കാൾ അതുക്കും മേലെ. It's not about our needs getting met. 100 രൂപ ഇല്ലാഞ്ഞപ്പോൾ ആരാണ്ട് 100 രൂപ 500 രൂപ തന്നെന്ന് പറയുന്ന അത്ഭുതം നമ്മൾ ഈ പറയാൻ ശ്രമിക്കുന്നത്. അതല്ല. We try to think that getting money at a point of need is a miracle, but it's much beyond that. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, പഴയ നിയമത്തിൽ എന്ന് പറയുന്നതിന്റെ കാര്യം, പഴയ നിയമത്തിൽ അത്ഭുതങ്ങൾ ഇഷ്ടംപോലെ നടക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? Exodus 15:11. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ. ഇത് ആരാണ് പ്രവർത്തിക്കുന്നത്? ഈ ദൈവത്തെ നോക്കി പറയാണ്, നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മളിന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുമ്പോൾ ആരെ നോക്കിയാ സംസാരിക്കുന്നത്? അവൻ അത്ഭുതം മിറക്കിൾ വർക്കർ, അവന് അത്ഭുതം പ്രവർത്തിക്കുന്നവനാ. എന്തിനാ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്? ലിസൺ ടു മീ, കേട്ടെ. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നത് അവന് രസിക്കാൻ വേണ്ടിയായിരുന്നു, അല്ല, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അത്ഭുതം പ്രവർത്തിച്ച് കളിക്കുമല്ല. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടിയാണ്. വെളിച്ചം ഉണ്ടാകാൻ പറഞ്ഞത് അവർക്ക് വേണ്ടിയല്ല, അവര് വെളിച്ചത്തെ ഇരിക്കുന്നവരാ. അവർക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് നമ്മൾ ഈ അനുഭവിക്കുന്ന ഒരു സാധനം വേണ്ട, നമുക്ക് വേണ്ടിയല്ല അവൻ ഉണ്ടാക്കുന്നത്. God did not say let there be light and so that he can have light. He did everything for us. നമുക്ക് മനുഷ്യരായ നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവനെല്ലാം ഉണ്ടാക്കിയത്. And it is for us, for our salvation, that he created everything. അത് പറഞ്ഞു, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും, ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും, എന്നും പ്രവർത്തിക്കുന്നവനാ ഇവൻ. He did it yesterday, today, and he will do it forever. അല്ലേ? നമ്മൾ ഒരിക്കലും അത് he is the same yesterday, today and forever. ഹീബ്രു എബ്രായർ 13:8 പറയുന്ന കേട്ടില്ലേ? ഇന്നലെയും ഇന്നും എന്നും അനന്യനായവനാ, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. Jesus Christ is the same yesterday, today, and forever, as it says in സങ്കീർത്തനം 77:14, Psalm 77:14. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. You are a God who does wonders. ഇവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. He is a God who does wonders. നിങ്ങൾ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ദൈവമേ എന്ന് വിളിക്കത്തില്ലേ? ചുമ്മാ ഇരിക്കുമ്പോഴാണെങ്കിലും ചുമ്മാ ഈ അശോക് ലൈലാൻഡ് വണ്ടിയുടെ ഒക്കെ ഇങ്ങനെ കാറ്റ് പോകുന്ന പോലെ ദൈവമേ എന്ന് പറയത്തില്ലേ? ആരെയും വിളിച്ചെന്നറിയാം? അത്ഭുതം പ്രവർത്തിക്കുന്നവനെ വിളിച്ചത്. You call on the one who does wonders. ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ ഈ പേര് വിളിക്കുമ്പോൾ ഓർത്തോണമേ, ദൈവമേ എന്നുള്ള ആ നാമം തന്നെ നമ്മൾ ഓർത്തോണമേ, അത്ഭുതം പ്രവർത്തിക്കുന്നവനെ എന്നാ വിളിക്കുന്നത്. His very name is a name that works miracles and wonders. ഭാര്യ ഭർത്താക്കന്മാര് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുടെ ഇടയില് ഭർത്താവ് അവിടെ ഇരുന്നുകൊണ്ട് ഡിയേ എന്ന് വിളിച്ചാ അവർക്ക് അന്നേരം അറിയാം ചായക്കാന്ന്.
അത് കേട്ടിട്ട് മനസ്സിലായിട്ടും അനങ്ങാത്ത ഭാര്യമാരിപ്പോ ഉണ്ട്. അവരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. മറ്റേതാ ഹസ്ബൻഡിന്റെ ആ ആക്ഷൻസ് ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഭാര്യയ്ക്കറിയാം, അച്ഛന് വിശക്കെന്ന് തോന്നുന്നു, അച്ഛൻ ഇപ്പോൾ ഊണിനുള്ള സമയമായി. പഴയ സ്ത്രീകളൊക്കെ ശ്രദ്ധിച്ചറിയാം. ഇപ്പോഴത്തെ എല്ലാം ജെൻസീസ് അമ്മമാരുടെ കാര്യമല്ല പറയുന്നത്. പഴയ അമ്മമാർക്കെല്ലാം നല്ല നിശ്ചയമാണ്. അച്ഛൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇച്ചിരി ചൂടുള്ളത് ഇപ്പം കിട്ടണമെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുള്ളത് കിട്ടുകയും ചെയ്യും. In husband-wife relationship, when husband makes a sound, the wife knows what is it for, whether it's for tea, whether it's for something hot, whether he's hungry, and so on. ഒരു മനുഷ്യ സ്ത്രീക്ക് അവരുടെ ഭർത്താവിന്റെ ചലനം ശബ്ദം അറിയാമെങ്കിൽ ഈ ഓർക്കത്തിരിക്കും ദൈവത്തിന്. How much more God knows. മക്കളായ നമ്മള് കർത്താവെന്ന് വിളിച്ചാൽ അവൻ വിചാരിക്കും, എന്താടോ ചുമ്മാ വിളിച്ചല്ലേ എന്ന് ചോദിക്കൂ. When we call on his name, he wouldn't ask. Oh Lord my God, when I in awesome wonder consider all the works thy hand hath made, I see the star. ഇതെല്ലാം അത്ഭുതം പ്രവർത്തിക്കുന്നതിനെ നോക്കിയിട്ടേ ഇത് പറയുന്നത്. അത്ഭുതം പ്രവർത്തിക്കുന്നത്. He's a God who does wonders. അന്ന് പറഞ്ഞ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സാധനം ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നെ നോക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ ഇപ്പോഴും എന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഇഡിയറ്റ് ആണെങ്കിൽ, ഞാനൊരു ഫൂൾ ആണെങ്കിൽ ഉണ്ടാകുന്ന ക്രിയേറ്റീവ് ആയിട്ട് കാര്യം ഞാൻ കാണത്തില്ല. God is still creating things in my life, and if I'm a fool, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ കർത്താവിനെ അല്ല പ്രയോറിറ്റി കൊടുക്കാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. Even now God is creating things in our lives, but because we don't give മനസ്സിലാകുന്നുണ്ടോ? priority, we don't see. നമ്മൾ അവിടെ എന്തോ എന്റെ അധ്വാനത്താൽ നേടിയെന്ന് പറഞ്ഞ് നമ്മുടെ എഫേർട്ടിനെ നമ്മുടെ സ്മാർട്ട്നെസ്സിനെ കാണിക്കാൻ തയ്യാറാകുന്നത് കൊണ്ടാണ് ഇത് നടക്കാത്തത്. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് പറയാൻ പറ്റാത്തത്. We are not able to see his wonder working power because we want to just show off our own efforts and skills. 24 hours എനിക്ക് തികയുന്നില്ല. I'm working and working. Some people are hardly working, some people are working hard. ചിലരാണെങ്കിൽ ഒരു പണിയും ചെയ്യുന്നില്ല. ചിലരാണെങ്കിൽ ഒത്തിരി കഠിനം എന്ന് പറഞ്ഞാൽ വർക്കഹോളിക് എന്ന് പറയാം. ആൽക്കഹോളിസത്തിനേക്കാളും അപകടം ഈ വർക്കഹോളിസം എന്ന് പറയുന്നത്. Workaholism is dangerous than alcoholism. ആൽക്കഹോളിസം ഒന്നല്ല അടിച്ചേച്ച് രണ്ട് ചീത്തയും പറഞ്ഞ് അവിടെ കിടന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൂടെ പോയി. വർക്കഹോളിസം ആണെങ്കിൽ workaholism will just spoil your life. അവരുടെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കുക. The miracle working God is with us. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ഒരു മിറക്കിൾ ലൈഫ് നമ്മൾ നടത്തണമെന്ന് ദൈവം എന്തിനാ ആഗ്രഹിക്കുന്നത്? Why God wants us to live a miraculous life? അതിലൂടെ ഞാൻ വരുന്നത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന മോസസിനെ എടുക്കാം. Exodus 4:21. Let's look at Moses as an example. അത്ഭുതം. മോശയ്ക്ക് ഈജിപ്തിൽ വളർന്നു വന്ന മോശയ്ക്ക് അത്ഭുതം അറിയത്തില്ല. അവന് വിസ്ഡമുള്ള ജ്ഞാനമുണ്ട്, ഒത്തിരി അറിവുള്ള പഠിച്ചവനാണ്. Having grown up in Egypt, he doesn't know wonders, but he has wisdom. നീ അവിടെ മിസ്രൈമിലേക്ക് ഇനി ചെല്ലണം. അവിടുന്ന് ഇറങ്ങി ഓടി ഇപ്പം അവനെ എക്യുപ്പ് ചെയ്തിട്ട് എത്ര ടൈം എടുത്തു? ദൈവത്തിന് എത്ര ടൈം എടുത്തു മോശയെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി? 30 years. എങ്ങനെ 30 years എന്നായത്? 30 years എന്നാകാൻ ഒരു കാരണമുണ്ട്. ഈ 400 വർഷം കഴിഞ്ഞ് മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞതാ. പക്ഷേ 430 വർഷം കഴിഞ്ഞാൽ വരുന്നത്. എന്താ സംഭവിച്ച? 30 വർഷം മോസസിനെ എക്യുപ്പ് ചെയ്യുമായിരുന്നു. What God had promised Abraham was that in 400 years Israel would be delivered from Egypt, but it took 430 years. What was the extra 30? It was for training Moses. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മളെ എക്യുപ്പ് ചെയ്യാൻ വേണ്ടി ചില ടൈം പോകും. നമ്മളെ ആയിരിക്കും വേസ്റ്റ് ആണെന്ന് വിചാരിക്കും. വേസ്റ്റ് ഒന്നുമില്ല. കർത്താവിന് ഒരു വേസ്റ്റും ഇല്ല. It's not a wasting time. നമ്മൾ നമ്മളെ തന്നെ കണ്ണാടി നോക്കിയിട്ട് വേസ്റ്റ് ആണെന്ന് നമ്മൾ പറയത്തില്ലേ? എന്നെ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കത്തില്ലേ? വേസ്റ്റ് ആണ്, ഒരു വേസ്റ്റും ഇല്ല. ദൈവത്തിന് വേസ്റ്റ് അറിയത്തില്ല എന്തുവാണ്. God doesn't know how to waste. നമ്മളാ കഴിച്ചിട്ട് വേസ്റ്റ് കളയുന്നത്. കർത്താവ് ഒന്നും വേസ്റ്റ് ആക്കുന്ന ആളല്ല. God never wastes anything. There is no wastage. എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളെ, കറക്റ്റായിട്ട് ചെയ്യുന്ന ആടെ പേരാ ദൈവം. He does everything correctly. നമ്മൾ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കുന്നു, ഒത്തിരി കളയുന്നു. കഴിക്കാൻ വേണ്ടി കഴിക്കണ്ട, എന്നിട്ട് നമ്മൾ പ്ലേറ്റ് നിറച്ചെടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവന്ന് കളയുന്നു. We do a lot of wastage. നമ്മളെ വേസ്റ്റാ അല്ലേ? അപ്പൊ നമ്മൾ വേസ്റ്റ് ആക്കുകയും ചെയ്യും. We waste a lot of things. നിങ്ങൾ ഈ വേസ്റ്റ് ആക്കുക, എനിക്ക് വേസ്റ്റ് ആക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. വേസ്റ്റ് ആക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചു വരും. ലൈഫിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തവരോ ഈ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. എന്ത് സാധനം കണ്ടാലും വേസ്റ്റ് do not give importance. ചുമ്മാ കുറെ ഉണ്ടാക്കും, കുറെ വാങ്ങിക്കും, കുറെ എടുത്ത് കളയും.
സാരമില്ല പിന്നെ വാങ്ങിക്കാമല്ലോ എന്ന് പറയും. They buy, they throw. അത് they പൈസ don't take ഉള്ളതുകൊണ്ട് things വാങ്ങിക്കുന്ന, lightly. പക്ഷെ വേസ്റ്റ് ആക്കുന്ന ഒരിക്കലും നല്ല കാര്യമേ അല്ല. Not a good thing to waste things. നമ്മൾ ആവശ്യമുള്ളതേ ഉപയോഗിക്കാം. Use what you need. അപ്പൊ ദൈവം എല്ലാം ആവശ്യത്തിനനുസൃതമാ ചെയ്യുന്നത്. അപ്പൊ ഫറവോന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എന്ത് ചെയ്യണം? ഫറവോൻ ഇത് മനസ്സിലാക്കണം. The Pharaoh needs to understand. എന്താ when പറഞ്ഞ ഞാൻ Moses നിന്നെ stands before him. ഭരമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുക. അപ്പം ഒരാളെ എക്വിപ്പ് ചെയ്ത് വിടുന്നു പറഞ്ഞേ അവനെ എക്വിപ്പ് ചെയ്തിരിക്കുന്ന പറയാം മിറക്കിൾ വർക്കറായിട്ടാ. And the Lord said to Moses, when you go back to Egypt, see that you do all those wonders before Pharaoh which I have put in your hand. ഈ വടി താഴോട്ടിട്ട പാമ്പാവും, പോയി വാലയെ പിടിച്ച ഉടനെ വടിയാവും. God equipped Moses to do this wonderful work by throwing a stick on the ground and it turns to a serpent. മന്ത്രവാദം പഠിച്ചവർക്ക് ഇത് ചെയ്യാമെന്ന് അവര് പറഞ്ഞത്. They say that ഈജിപ്ഷ്യനിൽ magicians ഭയങ്കരമായ could do it. മജീഷ്യൻസ് ഉണ്ട്. മോശെ അത് എന്ന് ചെയ്തോണ്ടേ അവരൊന്നും വലിയ കാര്യമൊന്നല്ല പറഞ്ഞ് അവര് വടി താഴോട്ടിട്ടപ്പോ സ്നേഹിക്കായി. Even the magicians of Egypt did the same thing. മോശെ അയ്യടാന്നായി പോയി. Moses was awestruck. അപ്പം ദൈവം വിടുമോ? അതൊന്നുമല്ല, വേറെ അടുത്ത ക്ലാസ്സിൽ നീ ഇരുന്നപ്പം കേട്ടില്ല, അത് ചെയ്യാൻ പറഞ്ഞു. God did not leave Moses. He said, now I will make you do what you heard in the next class. തവളയെല്ലാം കൂടെ വന്നു. 10 പ്ലേഗുകളില്ലേ, 10 ബാധകൾ. അടുത്ത തവള വരുന്നു, പേൻ വരുന്നു, എല്ലാം Then വരുന്നു. comes the plagues, the വെള്ളത്തിനകത്തോട്ട് frogs, വടി വെച്ചപ്പോ വെള്ളം മുഴുവനും ബ്ലഡായി. water turning to blood. ഇതെല്ലാം ഈ മജീഷ്യൻസ് ഇതെല്ലാം ചെയ്തു. The magicians also repeated പക്ഷെ all ഒരു these കാര്യം things. വന്നു കഴിഞ്ഞപ്പോ ദൈവവും മജീഷ്യൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. But at one point there was a clear difference between God and അത് magicians. ഇന്ന് രാവിലെ മനസ്സിലാക്കിക്കോണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോർ പോസ്റ്റിൽ ആ ലാമ്പിന്റെ ബ്ലഡ് വന്നാൽ ഈ ഏഞ്ചൽ ഓഫ് ഡെത്ത് വിൽ നോട്ട് എൻ്റർ. ഈ മരണദൂതൻ നിന്റെ അതിനകത്തോട്ട് പ്രവേശിക്കത്തില്ല. When the blood of the lamb is made on the doorpost and the lintels, the angel of death will pass by. നീ പറയുന്ന സ്തോത്രം പോലെയൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. നീ കാണിക്കുന്ന പണിയല്ല എല്ലാവരും കാണിക്കാം. പക്ഷെ നിനക്ക് യേശുവിനോടുള്ള ബന്ധം പോലെ ശക്തമായ ബന്ധം ആർക്കും കാണത്തില്ല. Maybe others can experience the kind of miracles you experience, but the relationship you have with Jesus is not something that can be ചിലവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ആക്കുന്നത് അവരെ ഫോളോ ചെയ്യാനല്ല. നമ്മൾ അറിയാതെ എന്നാ പറ്റുന്ന അറിയാം, നമ്മൾ ഈ ഇമോഷൻസിനകത്തൊക്കെ അവരെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് പോയി പെട്ടുപോകും. Sometimes we try to imitate what അവിടെ നമ്മൾ others do. വ്യത്യസ്തനായി നിൽക്കണം. We need to be different. 40 വർഷം അവിടെ ട്രെയിൻഡ് ആണ്, ഈജിപ്ഷ്യൻ ട്രെയിൻഡ് ആണ് മോസസ്. Moses was trained in Egypt for 40 years. ഇപ്പൊ അവനെ അവിടുന്ന് വെളിയിൽ കൊണ്ടുവന്ന് കർത്താവ് ട്രെയിൻ ചെയ്തേച്ച് പോയിട്ട് പിന്നെ മിസ്രൈമിൽ ദാനം ചെയ്യാനാണ് അങ്ങോട്ട് പോകുന്നത്. Now the Lord brought him out, trained him. ഹലോ, sent നീ him ചർച്ചിൽ back. എത്ര വർഷമായിട്ട് ഇരിക്കുക, ഇവിടെ ട്രെയിനിങ് കിട്ടിയിട്ട് പിന്നെ മിസ്രൈമിൽ പോകുന്ന പറഞ്ഞേ അത് കാണിക്കാൻ ഒക്കത്തില്ല. You are in this church getting trained. Don't go back to the world and do what they ദൈവികമായ do. കാര്യങ്ങളെ അവിടെ വെളിപ്പെടുത്താൻ നിന്നെ ഓർഡൈൻ ചെയ്ത് അയക്കുക അങ്ങോട്ട്. മോസസിനെ ഓർഡൈൻ ചെയ്തതാ, അഭിഷേകം ചെയ്ത് അയക്കുകയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി. God is ordaining Moses to do God's wonders back in Egypt. അവിടെ ചെന്നു മനുഷ്യരെ വിടണം എന്ന് പറയുമ്പോൾ അവൻ വിടുവോ? And when he says, let my people go, Pharaoh is not going to listen. ഫറോ ഒരു സാധുവായ മനുഷ്യൻ. ഫറോ എന്ന് പറയുന്നത് അതൊരു പേരല്ല. ഫറോ എന്ന് പറയുന്നത് ബിഗ് ഹൗസ് എന്ന അതിന്റെ അർത്ഥം. ബിഗ്, വലിയ വീടെന്ന. The word Pharaoh means a great house or a big house. മനസ്സിലായി, വലിയ വീടെന്ന അർത്ഥമുള്ളൂ. ഫറോ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാ. അത് പല ആൾക്കാരാ ഫറോയായിട്ട് വരുന്നത്. Name of a position. ആ സമയത്തെ ഫറോ അല്ല, പിന്നീട് ജോസഫ് വന്നപ്പോഴുള്ള ജോസഫ് ഇരുന്നപ്പോഴത്തെ ഫറോ അല്ല, പിന്നെ മോസസ് വന്നപ്പോഴത്തെ ഫറോ. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടല്ലോ. പല ഭരണം മാറി മാറി വരുമ്പോൾ ആൾക്കാർ മാറി മാറി വരുന്നു. As the rule kept changing, the Pharaoh was different at Moses' time and at Joseph's time. അപ്പൊ ഇപ്പം വന്നിരിക്കുന്ന ഫറോ ഒരിക്കലും ഇവരെ വിടത്തില്ല. And the current Pharaoh was very hard, wouldn't let the people go. ഈ അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന കാണുമ്പോൾ അവന്റെ മനസ്സൊന്നും ഇളകും. But when these miracles happen, his He heart was actually wanted to shaking. leave these people. അവരെ അവിടുന്ന് വിടണമെന്ന് ഫറോയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. Actually, Pharaoh wanted to let the ഇപ്പൊ people ശ്രദ്ധിച്ച്, go. ദൈവം ഇവൻ വിടാമെന്ന് ആഗ്രഹം, ദൈവം അവന്റെ ഹൃദയം കഠിനമാക്കും. But you see, even though Pharaoh wanted to let the ആരോടാ ഈ people go, പറയുന്നത്? God hardened his heart. നടക്കേണ്ട കാര്യം നടക്കാൻ വരുമ്പോ ചിലപ്പോ നടക്കാതെ പോത്തില്ലേ? അന്നേരം വിചാരിച്ചോണം ദൈവം നിന്നെ തള്ളിക്കളയല്ല, ദൈവം നിന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയാണ്, നിന്നെ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാണ്. When something was about to happen, it did not happen. Don't think that God was rejecting you. God is preparing you a little more. ഇപ്പം ഫറോ നിന്നെ അനുവദിച്ചാൽ നീ പോയിട്ട് ഉടനെ ഓടിപ്പോയിരിക്കും തിരിച്ച്. Because if Pharaoh let you go right now,
you will go and immediately come back. കാര്യം 10 ദിവസം കഴിയുന്നുണ്ടെ നിനക്ക് ഇവിടുത്തെ ഫുഡൊന്നും കിട്ടത്തില്ല. ഫുഡ് കിട്ടാതിരിക്കുമ്പോൾ ഫുഡ് കിട്ടാഞ്ഞിട്ട് തന്നെ അവർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അവിടെ എപ്പോഴും ഈ മർമറിങ് നേച്ചർ ഉള്ള പിള്ളേർ അവരിങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. എന്തുവാ ഞാൻ കൊന്നുമില്ലല്ലോ. ചർച്ചിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷം എന്നിട്ട് ഇപ്പോഴും എന്തോ പറയുന്നു, ഒന്നുമില്ലെന്നല്ലേ പറയുന്നു. പിന്നെ പഴയത് ഓർക്കത്തില്ലേ, വെളുത്തുള്ളിയും ചുറ്റുള്ളിയും വെള്ളരിക്കയൊക്കെ തിന്ന കാലം ഓർക്കത്തില്ലേ? അതാരോ എളുപ്പം. As such the children of Israel had a murmuring nature, so if they were not strengthened enough, they will come back to Egypt because they are missing the food in Egypt. രക്ഷിക്കപ്പെട്ടു, രക്ഷയൊക്കെ അറിഞ്ഞ് കത്രുമേശയൊക്കെ എടുത്ത് എത്ര നാളായിട്ടിരിക്കുക. ഇപ്പോഴും നമ്മൾ പണ്ടത്തെ അത് ഓർത്തിട്ട് അത് രസിക്കുക, അങ്ങ് ചിരിക്കുക. Sometimes we do that. അതായിരുന്നു നല്ലത് നമ്മൾ പറയത്തില്ലേ? We think that our old life was better in some ways. അതിനെ കൊല്ലാനാണ് ഈ അത്ഭുതങ്ങളെ സംഭവിപ്പിക്കുന്നത്. Why God wants to do miracles so that we can kill our old life and the desires of it. അപ്പൊ ഈ മിറക്കിൾ ലൈഫിനകത്ത് 5 തരം ജീവിതങ്ങളുണ്ട്. 5 തരം ജീവിതം. In 5 different types of life is there in this miracle life. In this miracle life there are 5 different types of miracle life. എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറക്കിൾ ജീവിതമാണെന്ന് പറയുമ്പോഴേ ഓർത്തോണം അതിനകത്ത് 5 വ്യത്യസ്തമായ ജീവിതങ്ങളുണ്ട്. 5 different types of miracles. ലൈഫ് അതിനകത്ത് പലതരത്തിലായിരിക്കുന്നത്. ലൈഫ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫ് എല്ലാം കൂടെ ചേർന്നതിനെ മിറക്കിൾ ലൈഫ് എന്ന് വിളിക്കുന്നത്. And all these 5 things put together is a miracle life. എന്താ 5 എന്ന് പറയുന്നതിന് എന്തോ 5 denotes what? കൃപയെ കാണിക്കുന്നത് 5. അപ്പൊ അതുകൊണ്ടാണ് ഈ 5 എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിറക്കിൾ ലൈഫിനകത്ത് ഒന്നാമത്തെ എവർലാസ്റ്റിംഗ് ലൈഫ് എന്ന് വെച്ചാൽ നിത്യമായ ജീവിതം. ഒന്നാമത്തെ കാര്യം. The first aspect is the everlasting life. രണ്ടാമത്തെ കാര്യമാണ് വിക്ടോറിയസ് ലൈഫ് എന്ന് വെച്ചാൽ ജയകരമായ ജീവിതം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. Second is victorious life. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഴുന്ന ജീവിതം, റെയിനിങ് ലൈഫാണ് മൂന്നാമത്തെ ജീവിതം. Third is reigning life. നാലാമത്തെ ജീവിതം മനസ്സിലാക്കി വരുന്നു എബണ്ടന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ ജീവിതം. Fourth is the abundant life. അഞ്ചാമത്തെ ജീവിതം എന്ന് പറയുന്നത് ഗ്ലോറിയസ് ലൈഫ്, മഹത്വകരമായ ജീവിതം. And the fifth is the glorious ഇതിനെ life. ഓൾ ടുഗദർ ഇതിനെ എന്തോ നമ്മൾ വിളിക്കുന്നത് മിറക്കിൾ ലൈഫ്. All together we call it miracle When life. you come to know who is Lord, Lord എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് എവിടോട്ട് നോക്കിയിട്ട് നമ്മൾ ലോർഡ് എന്ന് പറയുന്നത് യേശുവിനെ നോക്കിയിട്ടാണ് പറയുന്നത്. ജീസസ് ഈസ് ലോർഡ് അല്ലേ? യേശുവാണ് കർത്താവ് എന്ന് പറയുന്നത്. You look at Jesus and say Jesus is Lord. എന്നാ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പറയുന്നത് ലോർഡ് എന്ന് പറയുന്ന ആളെ നമുക്ക് ഇതുപോലെ കാണാൻ ഒക്കത്തില്ല. കാര്യം അതൊരു വേറൊരു ടൈപ്പാ. In the Old Testament we cannot see the Lord as we see in the New അതൊരു Testament. ഗ്രൂപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ഗോത്രത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കർത്താവായിട്ടായിരിക്കുന്നത്. In the Old Testament the Lord worked for a group of people. അയാളെ വിളിച്ച പേരുകളൊക്കെ ഓരോ സമയത്ത് ഒരു ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും ഒരു പേര് വിളിക്കുക. And then different names were called for the Lord. സൗഖ്യം വേണ്ടിയപ്പോ എന്തോ വിളിക്കണം, സൗഖ്യം വേണ്ടിയപ്പം റാഫ എന്ന് വിളിക്കണം. When you need healing you call him Rapha. കൂടെ ഇരിക്കണമെങ്കിൽ ഷമ്മ എന്ന് പറയണം. To be with you you call him Shammah. ജയിക്കണമെങ്കിൽ നിസി എന്ന് പറയണം. To have victory you say Nissi. അല്ലേ? നീതി അങ്ങേറും സെദിക്കനോ എന്ന് പറയണം. For righteousness you say Zedekiah. എന്ത് പറയുന്നത് കിട്ടണം, എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരേ എന്ന് പറയണം. And for receiving something you say Jireh. പല പേരുകൾ ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ ഓരോ പേരുകൾ പറഞ്ഞു. അങ്ങനെ പല ഷേപ്പിൽ ഇരിക്കുന്ന ഒരാളായിട്ടാണ് ഈ പഴയ കർത്താവ് ഇരിക്കുന്നത്. And in the Old Testament the Lord is portrayed in different forms as per the need of people at that time. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനൊന്നും വിളിക്കേണ്ട, ഒറ്റ പേര് വിളിച്ചാൽ യേശുവേ എന്ന് വിളിച്ചാൽ അത് അത്ഭുതം നടക്കും. In the New Testament you just call one name Jesus and your miracle is done. യഹോവ ദേവനുക്ക് 1000 നാമങ്ങൾ എதை சொல்லி பார்த்திடுவே. അടാ പറഞ്ഞു ഏത് പേരാ വിളിക്കുന്നത്? അവർക്ക് തന്നെ കൺഫ്യൂഷൻ, ഏത് വിളിക്കണമെന്ന് അവർക്കറിയത്തില്ല. ഒത്തിരി പേര് What name കിടക്കുക should we call Jehovah the Lord? അല്ലേ? എനിക്ക് ഇടയ്ക്ക് ആ കൺഫ്യൂഷൻ തോന്നാറുണ്ട്. ഞാൻ ആരാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട് ചില Sometimes സമയത്ത്. even I get confused. ഓരോരുത്തർ എന്നെ ഓരോന്നാ വിളിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഞാൻ ആരാണ് Who am I? എന്ന് People call me different ഇത് names. യേശു എന്ന് പറയുമ്പോ യേശുവിലേക്ക് നമ്മൾ ചെല്ലുന്നവരെ പറയുമ്പോ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം, യു ആർ ദാറ്റ് ലോർഡ്. നീയാണ് ആ കർത്താവ്. When you come to Jesus you can tell him you are the Lord. അതുകൊണ്ട് എല്ലായിടത്തും എഴുതി വരിക്കുന്നത് ജീസസ് ഈസ് ലോർഡ്. That's why it is written. Why it is written? Because ഒത്തിരി പേര് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആരാണ് ഈ കർത്താവ് എന്ന് പലർക്കും അറിയത്തില്ലായിരുന്നു. Many were confused not knowing who is the Lord. ഇവിടെ വന്നപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഈ വെണ്മയും ചുമപ്പും ഇട്ടവൻ, ആ ഉത്തമഗീതത്തിലൊക്കെ പറയുന്നവൻ താണ്ട് ഇവനാണ്. ആ റാഫ എന്ന് പറഞ്ഞവൻ ഇവനാണ്. ആമേൻ. ആ കൂടെ ഇരിക്കാന്ന് പറഞ്ഞ ഇവനാണ്. എന്റെ ജയം ഇവനാണ്. എന്റെ സൗഖ്യം ഇവനാണ്. എന്നെ കരുതുന്നവൻ ഇവനാണ്. അവനാണ് യേശു.
Now we have a clarity that the one who took care of me, the one who is with me, the one who provided for me, the one who is my healer, he is Jesus. ഹല്ലേലൂയ. Hallelujah. അപ്പൊ നമ്മൾ നോക്കി യേശുവിന്, ഞാൻ ഈ ക്യാമറയിലോട്ട് നോക്കി പറയുന്നത്, യേശു ആ ക്യാമറ എന്ന് വിചാരിച്ചാൽ ഒരു പാസ്റ്റിൽ കർത്താവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. Suppose looking at the camera, this camera is Psalms Jesus. 23 പറയുന്നത്, the Lord is my shepherd. And the nobody Old knows Testament, who this Lord is. There was someone called the Lord. ലോർഡ് എന്ന് പറയുന്നുണ്ട്, ആരെന്നും അറിയത്തില്ല. Nobody knew who this Lord was. മോശെ ചോദിച്ചു, നീ ആരാ കർത്താവേ? Moses asked, who are you, God? അല്ലേ? അപ്പൊ എന്താ പറഞ്ഞു കർത്താവ്? എന്താ പറഞ്ഞത്? I am who I am. അല്ല, അങ്ങനല്ല പറഞ്ഞ. പിന്നെ നിങ്ങൾ തെറ്റ് പറയരുത്. I shall be that I shall be. എഹേ അശ്വർ എഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ആരായി കാണാൻ ആഗ്രഹിക്കുന്നു അതാ ഞാൻ. And the Lord said, I shall be what I shall be, which means what you want me to be, that I will be to you. അത് പറഞ്ഞിങ്ങനെ ഞാനാകുന്നു, I am that I am. അങ്ങനെ അല്ലത്. അതാ എഹേ അശ്വർ എഹേ എന്ന് പറഞ്ഞ ജോഷു അവിടെ ഇരുന്നുകൊണ്ട് ജോഷുവാണ് ഞാൻ ചോദിക്കുക, നീ നിന്ന് പ്രസംഗിക്കുന്ന ആൾ ആരാണ്? ഈ സംസാരിക്കുന്ന ആൾ ആരാണ്? ജോഷുവ. അവനിരുന്ന് ഇപ്പൊ മിഥുനെ ആരാ ഈ നിന്ന് സംസാരിക്കുന്നത്? ആണ്ടോ അങ്ങനെ പറയുന്നുണ്ട്. ഒരാഴ്ച ഈ നിന്ന് സംസാരിക്കുന്ന ആരാണ്? ഇവിടെ മനസ്സിലായോ? ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ ഞാനാരാ? പപ്പു. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ. ഇപ്പൊ ഞാനാണ് അമ്മുത. ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്ന ഞാനാരാ? റോണി അപ്പച്ചൻ. മോളെ അച്ചു, ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാനാരാ? ഡാഡാ. അയ്യോടാ, യഹോവദേവനുക്ക് 1000 നാമങ്ങൾ ഏതൈ സൊല്ലിപ്പ. ഓ അച്ഛന ഈടെയായിട്ട് ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ട് അച്ഛന. എത്ര പേരുകൾ! ആ പേരുകളെല്ലാം കൂടെ മാറ്റി ഒരാൾ പറയാണ്, നിങ്ങളിങ്ങനെ പല പേര് വിളിച്ച് ബുദ്ധിമുട്ടണ്ട, ഒരു പേര് ഞാൻ തരാം. ആ പേര്, ദാറ്റ് ഈസ് ദ സ്വീറ്റസ്റ്റ്, സ്മോൾ, ഷോർട്ടസ്റ്റ്, പവർഫുൾ നെയിം, ദ നെയിം അബവ് ഓൾ അതർ നെയിം. എല്ലാ നാമത്തിലും മേലായ നാമം യേശു എന്ന നാമമാകും. You don't have to call different names. I will give you one short, sweet name, the name above every other name, Jesus. അപ്പൊ ഈ ഇങ്ങനെ യേശു ആണ്ടോ മരിച്ചും പോയി. And Jesus died. മരിച്ചു പോയി കഴിഞ്ഞാൽ യേശു എന്തോ ചെയ്യും? യേശു അപ്പൊ ശിഷ്യന്മാർക്കെല്ലാം കൺഫ്യൂഷൻ ആയി, മരിച്ച ആള് വരുമോ ഇനി? Disciples were confused. Will the dead man return? ഇനി പുനരുത്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ആളായിരുന്നു മാർത്ത. മാർത്ത പറയാനും, ഞങ്ങൾ പുനരുത്ഥാനം ഒക്കെ ഉണ്ട്, ഞങ്ങളും വിശ്വസിക്കുന്നു. Martha believed in the resurrection. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, ഐ ആം ദാറ്റ് റിസറക്ഷൻ. ഞാനാണ് ആ പുനരുത്ഥാനവും ശക്തിയും എന്നൊക്കെ പറഞ്ഞു. ഞാനാന്ന് യേശു ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. And Jesus introduces himself. അവൾക്ക് അതൊന്നും മനസ്സിലായില്ല. അവൾക്ക് മനസ്സിലാവും. ജീവിച്ചിരിക്കുന്ന യേശു ഞാൻ ആ പുനരുത്ഥാനം പറഞ്ഞ മനസ്സിലാവും. എന്നാൽ 3 ദിവസം കഴിഞ്ഞ ഉടനെ മരിച്ചിട്ട് 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് വാർത്ത സ്പ്രെഡ് ചെയ്തപ്പോൾ ഇവരെല്ലാം ഓർത്തു, അയ്യോ. അപ്പം പിന്നെ ഇവരെന്തോ ഇവർക്ക് എന്നാ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. Confused ആയി. But after 3 days when Jesus was resurrected, they understood. അപ്പോഴത്തേക്ക് എന്തോ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് വള്ളം എടുത്തോണ്ട് മീൻ പിടിക്കാൻ പിന്നെയും പോയി. Peter took his boat and went fishing. അപ്പൊ ബാക്കിയുള്ള ശിഷ്യന്മാരും പറഞ്ഞു, നീ പോകുന്ന ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. And the rest of the disciples followed. അവിടെ ജോൺ 21 ഈ യോഹന്നാൻ 21-ാം അധ്യായത്തിനകത്താണ് അങ്ങനെ പോകുന്നതിന് മുമ്പിലോട്ട് വരുക. And that's when Jesus comes ahead of them in John 21. ഇവർക്ക് മനസ്സിലായി, പുനരുത്ഥാനം എന്ന് പറയുന്നത് വരുവനാണെന്ന് പറഞ്ഞില്ലേ, അത് കറക്റ്റാ. And they understood this is resurrection. ഹല്ലേലൂയ. Hallelujah. അപ്പൊ പുനരുത്ഥാനം എന്ന് പറഞ്ഞവൻ എന്താണെന്ന് ഒന്ന് അറിയണ്ടായോ? You need to know who is the resurrection. നിങ്ങൾ പറഞ്ഞില്ലേ യേശു അത്ഭുതം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതം നിങ്ങളൊന്ന് അറിയണ്ടായോ? You need to know that Jesus does miracles in your life. യേശു വഴികാട്ടിയാന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ യേശു വഴികാട്ടിയായിട്ട് നിങ്ങളൊന്ന് അറിയണ്ടായോ? You need to know Jesus as a miracle worker. അല്ലേ എങ്ങനെ മനസ്സിലാകും? യേശു കണ്ണുനീര് തുടയ്ക്കുന്നത്, നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കണ്ടായോ യേശു? If Jesus wipes your tears, he has to happen നമ്മുടെ in your ജീവിതത്തിൽ life. ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ആമേൻ ഓരോ വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന നമ്മൾ വിചാരിക്കരുത് ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞാല് നിന്നെ കുറച്ചുകൂടി അത് ഗ്രഹിപ്പിക്കുക, മനസ്സിലാക്കിക്കുക, എക്വിപ്പ് ചെയ്യാണ്. So when such incidents happen in your life, don't think God is rejecting you. He is taking you through those to prove that Jesus is the one who does it for you. അങ്ങനെയുള്ള അവസരമാണ് നിന്നെ എലിവേറ്റ് ചെയ്യും. And കർത്താവ് നിന്നെ യേശുവിൽ കൂടി ഉയർപ്പിക്കും, കുറച്ചുകൂടെ ഉയർത്തിപ്പിടിക്കും. And that's how God will elevate you in Christ. അപ്പൊ ഇവിടെ യേശുവിനെ കർത്താവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ ഇവർക്ക് മനസ്സിലായി, ഇവൻ ആത്മാവായിട്ടിരിക്കുന്നവനാണ്, ഇവരുടെ മുമ്പിൽ മാത്രമേ ഇവർക്ക് മാത്രമേ ഇവനെ കാണാൻ പറ്റുന്നുള്ളൂ.
And now the people understood he is a spirit and only few can see him. അപ്പൊ എന്ത് ചെയ്തു പറയാ? അപ്പൊ അവൻ പറയുന്ന അപ്പൊ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടി അതിനാണ് ഈ പൗലോസ്ലീഹ ഈ സഭയ്ക്കകത്തോട്ട് വരുന്നത്. And to have the revelation of Christ we have Paul. നിങ്ങൾ കേട്ടെ, ക്രിസ്തു എന്ന് പറയുന്നത് ആരാണ്? Who is Christ? ക്രിസ്തു എന്ന് പറയുന്നത് ആർക്കും അറിയാൻ വയ്യാതെ ഇങ്ങനെ ഒരു മിസ്റ്ററി ആയിട്ട് കിടന്ന, ഒരു മർമ്മമായിട്ട് കിടന്നതാണ്. Christ was a mystery that was hidden. അപ്പൊ ഒരു മോശം വന്നത് ഈ ആരാണ് ഈ കർത്താവെന്ന് ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഒരു ശ്രമമാണെങ്കിൽ, ദാവീദിൽ കൂടി കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ, യേശു ജീവിച്ചിരുന്ന കാലത്ത് കർത്താവാണെന്ന് മനസ്സിലാക്കിക്കാൻ ഒരു ഏരിയ ആണെങ്കിൽ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പൗലോസിനെ കൊണ്ടുവരുന്നത് ക്രിസ്തുവാരാണെന്ന് തെളിയിക്കാനാണ്. Through Moses there was a certain amount of revelation of the Lord. Through David we also saw the intimacy he had with the Lord. Paul was raised to reveal Christ resurrected. അപ്പൊ അന്ന് വരെ പറഞ്ഞു യേശു കർത്താവാണ്, ജീസസ് ഈസ് ലോർഡ് എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടി മാറ്റിയിട്ട് പറയണ ജീസസ് ഈസ് ക്രൈസ്റ്റ്. And until then Jesus was ക്രിസ്തുവാകുന്നു. But Paul revealed Jesus is Christ. കർത്താവായി കിടന്നവന് ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലായപ്പോൾ പറയാണ്, ഇവനാണ് ആ ക്രിസ്തു. ഇന്നുവരെ എനിക്ക് പിടികിട്ടാതിരുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉത്തരവാദി ഇവനാണ്. And until now I did not understand who this Christ was, the foundation of my Christian life. Paul reveals who Christ is, and that is Jesus. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്ന ബോധ്യം വന്നവന്റെ ജീവിതം ക്രിസ്തീയ ജീവിതം. Christian life is a life of someone who is convicted that Jesus is Christ. അപ്പൊ ഈ അത്ഭുതകരമായ ജീവിതം എന്ന് പറയുമ്പോൾ ഈ അഞ്ച് തരത്തിലുള്ള ജീവിതങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. അബണ്ടന്റ് ലൈഫ്, സമൃദ്ധമായ ജീവിതം, വാഴുന്ന ജീവിതം, ആമേൻ ഹല്ലേലൂയ, ജയകരമായ ജീവിതം, ഈ പറയുന്നത് പോലെ തന്നെ ആമേൻ ഹല്ലേലൂയ, നിത്യ ജീവിതം, ഇതെല്ലാം ഇതിനകത്ത് ഇരിക്കണോ? ഇതെല്ലാം കൂടെ ചേർന്നാണ് ക്രിസ്തീയ ജീവിതം. So this miracle life is everlasting life, victorious life, reigning life, abundant life and glorious life together is the Christian life. അപ്പോൾ എൻ്റെ ചോദ്യം, 2026 ക്രിസ്തീയ ജീവിതം നയിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you want to lead a Christian life in 2026? ക്രിസ്തീയ ജീവിതത്തിനകത്ത് കിടക്കുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വെളിപ്പെടുത്തണം. You must reveal these 5 areas in your Christian life. നിങ്ങൾ ഒരിടത്തും തോറ്റു പോകത്തില്ല. You will not fail anywhere. People will come to defeat you. നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ വരും. Circumstances will come. Many circumstances will come to defeat. പക്ഷേ നീ പറയാണ് Jesus is my Lord, യേശുവാണ് കർത്താവ്, he is that Christ എന്ന് നിനക്ക് മനസ്സിലായിട്ടാണ് നീ ഇതെല്ലാം തെളിയിച്ച് കാണിക്കാൻ തുടങ്ങും. But when you understand that Jesus is Christ, you will begin to reveal all these things. ഈ നിത്യജീവിതവും ജയകരമായ ജീവിതവും തമ്മിൽ ഭയങ്കരമായ ബന്ധമുണ്ട്. There's a close relationship between eternal life and victorious life. ഭയങ്കര കണക്ഷനാണ്. എന്തുവാ നിത്യജീവിതം? നിത്യജീവിതം എന്ന് പറഞ്ഞ അൺഎൻഡിങ് ലൈഫ് അല്ലേ, ഒരിക്കലും എവർലാസ്റ്റിംഗ് ലൈഫ്. The eternal life and victorious life are connected. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ വിക്ടോറിയസ് ലൈഫ് സംഭവിക്കുന്നത്, എവർലാസ്റ്റിംഗ് സംഭവിക്കുന്നത് ഇവിടെ കുരിശില. Victorious life begins on the cross. ഇവിടെ ആഫ്റ്റർ ക്രോസ് ആണ് എവർലാസ്റ്റിംഗ് ലൈഫ് തുടങ്ങുന്നത്. After cross begins everlasting life. ബിഫോർ ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ക്രിയേറ്റഡ് ലൈഫാണ്. Before Christ was a created life. ഇതിന്റെ ഇപ്പുറത്ത് ആദാമിലേക്ക് നോസ്ട്രിൽസിലേക്ക് ഊതിക്കേറ്റിയ ശ്വാസം അവനെ ക്രിയേറ്റ് ചെയ്യുവാൻ. The breath that was breathed into Adam created him. എന്നാൽ ഈ കുരിശ് കഴിഞ്ഞപ്പോൾ യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ഉണ്ടാക്കാൻ ഒക്കത്തില്ലല്ലോ. But after Jesus was dead and resurrected, he couldn't create anyone. അപ്പോൾ ഉണ്ടാക്കപ്പെട്ട മനുഷ്യന്റെ അകത്തേക്ക് ഉണ്ടാക്കപ്പെടാത്തതായ ജീവൻ വന്നതാണ് ഈ നിത്യജീവിതം എന്ന് പറയുന്നത്. അൺക്രിയേറ്റഡ് ലൈഫ് വന്നു നമ്മുടെ എല്ലാവരുടെയും അകത്ത്. So the resurrection of Christ brought uncreated life into the created man. ഈ ക്രിയേറ്റഡ് ലൈഫിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ചത്തു. The problem with created life is that they will die. അൺക്രിയേറ്റഡ് ലൈഫിന്റെ കൂടെ മരണം നിനക്കില്ല. For uncreated life there is no death. നീ വിചാരിച്ച പോലെ നിനക്ക് മരിക്കാനൊക്കത്തില്ല. കാര്യം ദൈവത്തിന്റെ ജീവൻ നിന്റെ അകത്ത് വന്നെന്ന്. Because the life of God is in you. Even if you want to die, you cannot die. നീ വിചാരിക്കത്തേ ഉള്ളൂ മരിക്കാൻ നിനക്ക് ഒക്കത്തില്ല. കാര്യം നിന്നെ നിത്യജീവന്റെ അവകാശിയാക്കി മാറ്റി. You think that you want to die, but you are partaker of the everlasting life and you cannot die. ചിലര് സാക്ഷ്യം പറയുന്ന കേട്ടല്ലേ, അയ്യോ എത്ര പ്രാവശ്യം ഞാൻ കയറും കൊണ്ട് മരത്തെ കയറിയാന്ന് പറയോ, പക്ഷെ ഇറങ്ങി പോരുന്നു. There are so many who testified, I tried to commit suicide but I couldn't. അതല്ല, അതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ നിന്നെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിത്യജീവനെ കാണിച്ചു കൊടുക്കാൻ.
Because eternal life wants you to live and prompts you to live and show it out. Eternal life means നിത്യജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യമായി ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. Eternal life means living eternally. അതിന് നമുക്ക് ഇവിടുത്തെ ഈ സത്യത്തിൽ ഇവിടുത്തെ അല്ല നിത്യജീവിതം. നിത്യജീവിതം ദൈവത്തോടൊപ്പമുള്ള ജീവിതമാണ് നിത്യജീവിതം എന്ന് പറയുന്നത്. Eternal life is a life, not a life on earth. ഇവിടെ കേട്ടെ, നമ്മളെ ആ നിത്യജീവിതത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് തൽക്കാലത്തേക്ക് ഡെലിഗേറ്റ് ചെയ്ത് അയച്ചിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്നവർക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ. For a period we are here on earth to demonstrate that life to others. അപ്പോൾ സ്വർഗീയമായ ജീവിതത്തെ നമ്മുടെ അകത്ത് തന്നിട്ട് നമ്മളോട് പറയാണ് നീ അവിടെ പോയി അവർക്കെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക. The heavenly life is given to us so that we can show others that eternal അതുകൊണ്ട് life. പൗലോസ് ഒക്കെ പറയുന്നത് we are the ambassadors of Christ. കർത്താവിന്റെ സ്ഥാനാപതികളാണ് നമ്മൾ. നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ. 120 വർഷം വരെ നമുക്ക് വേണം ഇവിടെ ജീവിച്ചിരിക്കാം. That's why Paul says we are ambassadors of Christ here on earth. We can live up to 120 years. ഹല്ലേലൂയ. ഇവിടെ നമ്മളത് കാണിക്കാനാ നമ്മളെ നിയോഗിച്ചിരിക്കുക. You are ordained to do that. And God has ordained us to do that. ഹല്ലേലൂയ. നമ്മളെ നിയോഗിച്ചിരിക്കുക. ഒന്ന് തലയിലോട്ട് കൈവച്ചു, എന്നെ നിയോഗിച്ചു വെച്ചിരിക്കുക. എന്ത് കാണിക്കാൻ വേണ്ടിയാ? എന്താ കാണിക്കാൻ വേണ്ടിയാ? ഈ നിത്യജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. സ്വർഗീയ ജീവിതം. കാര്യം സ്വർഗീയമായതിൽ മാത്രമേ മരണമില്ലാത്ത അവസ്ഥയുള്ളൂ. അതിന്റെ വ്യക്താക്കളാണ് നമ്മൾ. We are partakers of that heavenly life. Unfortunately, നമ്മൾ വാ തുറന്ന ചാകുന്നതിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. But unfortunately we open our mouth and talk about that. വില്ലൊക്കെ എഴുതി വെച്ചിട്ട് ഇനി എപ്പോഴാന്നാ അറിയത്തില്ല മരിച്ചു പോകുന്നത്. അങ്ങ് പിള്ളേരുടെ ഒന്നും വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി വില്ല് എഴുതി വെക്കുക. Some people write their will and wait for death. അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അവിടെ അപ്പം പേരിന് വല്ല കുത്തോ വെട്ടോ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്നുണ്ട്, വില്ലേജ് ഓഫീസ് ചെല്ലുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. പിന്നെ ആ പാടെ പ്രശ്നമാകും. So that you can avoid trouble, some people have written their will ahead of time. സത്യം പറയട്ടെ, ഇവിടെ ഉള്ള എല്ലാ സാധനത്തിനും ഒരു സ്വസ്ഥതയും സമാധാനം ഉള്ളതല്ല. ഇവിടെ ഉള്ളതിനൊന്നും അല്ല. The truth is nothing on this earth can give you peace or rest. അല്ല, കർത്താവിന്റെ അടുക്ക കർത്താവ് രാവിലെ ഇങ്ങനെ തലയൊറിഞ്ഞുകൊണ്ടിരിക്കുകയോ എന്തോ ആയി തീരുമെന്ന്. But God doesn't have any You think about a confusion or God anxiety. who is confused. ദൈവം നമ്മൾ വിചാരിക്കും 2026 എന്നാ ചെയ്യുമെന്ന്. ഇനി God doesn't wake up one morning confused. What will I do in 2026? ദൈവത്തിന് ഈ ടൈമും സ്പേസും മാറ്റർ ഒന്നുമില്ല. He doesn't have അതൊക്കെ time, നമ്മൾ space, ഉണ്ടാക്കിയ. matter. നമ്മുടെ കലണ്ടർ തന്നെ ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയതാ. Even our calendar is by the Pope Gregory. ആദ്യം ആരുടെയൊക്കെ കലണ്ടർ ഉണ്ടാക്കിയപ്പോ കൂട്ടി വരുന്ന പറഞ്ഞ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആകെപ്പാടെ പ്രശ്നമാകുക. There was a lot of confusion in calendars. അപ്പൊ പോപ്പ് ഗ്രിഗറിയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിന്റെ പേരെന്തോ? ഗ്രിഗോറിയൻ കലണ്ടർ. അത് The calendar that we have is a Gregorian calendar. അപ്പൊ ആ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ജനുവരി 1-ാം തീയതി. So according to that we had Jan 1st the other day. സത്യത്തിൽ അതൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയ. വേദപുസ്തകം തന്നെ അധ്യായവുമില്ല, വാക്യങ്ങളും ഒന്നുമില്ല, അങ്ങനൊന്നും ഇല്ല. ഇത്രാമത്തെ വാക്യം ഇത്രാമത്തെ അധ്യായം വേദപുസ്തകത്തിൽ ഇല്ല. അതൊക്കെ നമുക്ക് വേണ്ടിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഇത് ഇവിടുന്ന് പ്രസംഗിക്കാൻ ഒക്കത്തില്ലല്ലോ. ഇങ്ങനെ നെഹെമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഞാൻ അങ്ങനെ പറയും. Even Bible was not arranged initially according to chapters and verses, but for our convenience we made all those. Psalms 77:14 എന്ന് ഞാൻ പറയുന്നതിന് പകരം സാംസിന്റെ ഇടയ്ക്ക് എവിടെയോ ഒരു വാക്യം കിടപ്പുണ്ടെന്ന് പറയേണ്ടി വരും. I wouldn't be able to refer to the verses. That's why we have all these verses. John 8:12 എന്ന് എങ്ങനെ പറയും? എങ്ങനെ പറഞ്ഞില്ല, ഞാൻ എങ്ങനെ പറയുന്നത്? ജോണിന്റെ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിനുവേണ്ടി ഇതൊക്കെ നമ്പർ ചെയ്തേ ഉള്ളൂ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇതല്ല. The numbers are given for our convenience. 24 മണിക്കൂർ തന്നെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി. നമ്മൾ 24 മണിക്കൂർ പിടിച്ചോണ്ടിരിക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര മണിക്കൂറായി പുള്ളി തുടങ്ങിയിട്ട്. Even the clock is for our convenience. നമ്മൾ അതിലോട്ടൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ സ്റ്റക്കായി പോകും. But you focus on those things, we get stuck. വാസുബ്രോ 60 വയസ്സായി അല്ലേ? 60. You turned 60 or you reached 60? You turned. How? Like clockwise or anti-clockwise? Some people are somehow reaching അടുത്ത വയസ്സിലോട്ട് അവരൊക്കെ ഓടി കയറുവോ. Some people are reaching another year in their lives. 60 നോക്കിയിരിക്കോ പ്രായം കളിക്കാൻ വേണ്ടി. And then you want to act as if you old age. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി പൈസ എങ്ങാണ്ട് കുറവ് കിട്ടുമല്ലേ? I think you get some discount on flights. സീനിയർ സിറ്റിസൺ അങ്ങാണ്ട് ഇച്ചിരി കുറവ് കിട്ടും. പിന്നെ ഉടനെ അത് അപ്ലൈ ചെയ്യാൻ പോവാ. And then you get ആധാർ കാർഡ്. ഇത്ര നേരം ആധാർ എവിടാന്ന് പോലും അറിയത്തില്ലായിരുന്നു. സീനിയർ സിറ്റിസൺ ആക്കാൻ ആധാർ കാർഡ് കൊണ്ട് എടുക്കുക. എനിക്ക് ഇച്ചിരി കുറച്ചതാ.
ഏതാ ഈ ബസ്സേരെ 10 രൂപ കുറച്ച് കിട്ടിയിട്ട് വേണം നമുക്ക് അരി വാങ്ങിക്കാൻ. You think that getting the discount as senior citizen is Some great? people are learning to be old. പ്രായമാകാൻ വേണ്ടി അങ്ങ് പഠിക്കുക, ഓരോ ക്ലാസ്സിൽ പോയിരിക്കുക. ഇനി ഇപ്പം ക്ലാസ്സുകളുണ്ട്, ഹൗ ടു മെയിൻറ്റെയിൻ യുവർ ഓൾഡ് ഏജ്. You try to be old and learn to be old. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ, പ്രായമാർക്ക് വേണ്ടി ക്ലാസ് എടുക്കുക. ഞാനൊന്നും കേൾക്കത്തേ ഇല്ല. ഞാൻ വല്ല പിള്ളേരുടെ ജെൻസിയുടെ വല്ല ഉണ്ട ക്ലാസ്സിൽ പോയിരിക്കും. I'll only hear Gen Z talk. ജെൻസി അല്ല, ഇപ്പോഴത്തെ പുതിയത് എന്താ, ജെൻ ആൽഫയോ ബീറ്റയോ എന്നാടാ മോനെ ഇപ്പോഴത്തെ ബീറ്റയാണോ? ആരാ ഈ പറയുന്ന ബീറ്റ? USA ബീറ്റ. അപ്പൊ അത് അങ്ങനത്തെ ഇപ്പം എന്താണ് ഇവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകത്തില്ല. You don't understand their language. ഇപ്പൊ നമ്മൾ ഈ പഴയ വർത്താനം ബനാന ടോക്കും പറഞ്ഞോണ്ടിരിക്കുക. ബനാന ടോക്ക് അറിയോ എന്തോന്ന്? പഴഞ്ചൊല്ല്, പഴഞ്ചൊല്ല് ബനാന ടോക്ക്. മുറ്റത്തെ ചെമ്പിന് അടുപ്പില്ല. പിള്ളേരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാള കിടക്കും കയറോടും. ഞാനതെന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല. പിന്നെ നമ്മുടെ ഒരു അത്ഭുതകരമായ ജീവിതത്തെ നമ്മൾ ഇവിടെ നടത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to lead a miraculous life here on the earth. വിക്ടോറിയസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ യേശു കർത്താവിൽ കൂടി നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള ഈ നിത്യജീവൻ, അത് ഓരോ ദിവസവും ഓരോ സമയവും ഓരോ നിമിഷങ്ങളും അത് യഥാർത്ഥത്തിൽ ഒരു വിജയത്തിന്റെ ജീവിതമാണ്. മനസ്സിലായിക്കണം. The life that we have received through Christ here on this earth, every moment is a victorious life. ഓരോ എന്ന് നിങ്ങൾ യേശുവിനെ അറിഞ്ഞോ അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതം ജയകരമായ ജീവിതമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചോണം. When you came to know Jesus from that moment, അതിന് പ്രത്യേകമായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. ദൈവം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് നിങ്ങൾ ജയിച്ചിരിക്കണോ ദൈവത്തിന്റെ ആഗ്രഹം. Because God is on your side, He wants you to win. നമ്മളിപ്പോ ഡാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡാനിയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇപ്പൊ ഇവിടെ, അവന് ഈ മെസ്സേജിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അവന്റെ മോൻ എന്തോ ചെയ്യുന്നെന്ന് അവൻ നോക്കുന്നത്. Danny's greatest focus is on his son. മോൻ അവിടെ അനങ്ങിയ ഉടനെ ജോബിനെ ഒറ്റ നോട്ടം നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിനേക്ക് മനസ്സിലായില്ലും ഡാനിക്ക് മനസ്സിലാവും അവനിപ്പോൾ വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശൂശു വെക്കണം. അല്ല, കറക്റ്റ് അവനെ സിഗ്നൽ കിട്ടുന്നത്. സെൻസർ അവിടെ വെച്ചേക്കുന്നത്. ഉടനെ ജോബിനെ ഒറ്റ നോട്ടമാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മുടെ എല്ലാ വിഷമതകളും പിതാവായ ദൈവത്തിന് അറിയാം. ദൈവം ഉടനെ പരിശുദ്ധാത്മാവിനെ അതിനു വേണ്ടി, അതാ കംഫോർട്ടർ എന്ന് പറയുന്നത്, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ സമാധാനമായി ശക്തീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കും. God knows all our need and that's why He's appointed the Holy Spirit to help us. ഇപ്പോഴത്തെ കാര്യക്കാരൻ എന്ന് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത് തന്നെ ഹോളി സ്പിരിറ്റാ. ഈ പരിശുദ്ധാത്മാവിനോടൊരു ബന്ധം വന്നില്ലേ എങ്ങനെ പറ്റുന്നത്? If we don't have relationship with the Holy Spirit, how would it work? എപ്പോഴൊക്കെയാണ് നമുക്ക് ജയം ആവശ്യം, വിജയം എപ്പോഴൊക്കെയാണ് ആവശ്യം? When do we need victory? In the time of battle and war. യുദ്ധങ്ങളും എതിർപ്പുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ജയം ആവശ്യമാണ്. We need victory at the time of battle. ഈ വീണ്ടും ജനനം എന്ന് പറഞ്ഞില്ല, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു വാക്കില്ലേ നമ്മൾ കേട്ടില്ല, വീണ്ടും ജനനം പ്രാപിക്കുന്നത്. വീണ്ടും ജനനം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഒരു വ്യക്തിയുടെ വിക്ടോറിയസ് ലൈഫ്, ജയകരമായ ജീവിതം, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതാണെന്ന് അറിയുമ്പോൾ തൊട്ട് അത് തുടങ്ങുന്നത്. The moment we know that we are born again, the victorious life begins. അപ്പൊ അവിടെ അവന് വിക്ടോറിയസ് ബാറ്റിൽ ആരംഭിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവന്റെ മുമ്പിൽ വരും. ഒരു ബാറ്റിൽ പോലെ, ഒരു വാർ പോലെ അവന്റെ മുമ്പിൽ എപ്പോൾ ഒരാൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു അന്നുവരെ കാണാത്ത എതിർപ്പുകൾ, തടസ്സങ്ങൾ അവന്റെ ജീവിതത്തിൽ വരും. എന്തിനു വേണ്ടിയാ? ഇവൻ ജയിച്ചു നിൽക്കാൻ വേണ്ടിയാ. But when you are born again, you begin to face battles like you've never faced before. Why? So that you can have victory over it and so see the victorious life. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറയുന്നതാണ് ഈ സ്നാനമൊക്കെ പെടുന്ന പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുന്നത്. സ്നാനത്തിൽ കൂടിയ വീണ്ടും ജനനത്തിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുന്നത്. It is through baptism we understand the need of a സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള കാര്യമല്ല. സ്നാനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ ആസ്വാദികരമാക്കിയ, ദൈവത്തിന്റെ രാജ്യം എന്താണ് തിരിച്ചറിയാൻ സ്നാനം. Baptism is not to go to heaven but to enjoy kingdom life. സ്നാനപ്പെടാത്തവരൊരിക്കലും, സ്നാനപ്പെടുന്ന പറഞ്ഞാൽ യഥാർത്ഥമായ ബോധ്യത്തിൽ സ്നാനപ്പെടാത്തവരൊരിക്കലും ദൈവരാജ്യം കാണത്തില്ല, ദൈവരാജ്യത്തിൽ അനുഭവിക്കാൻ അവർക്ക് പറ്റത്തില്ല. Those who don't take that step of faith to ദൈവത്തിന്റെ enjoy kingdom life. ദൈവത്തിന്റെ രാജ്യത്തിന്റെ 3 പ്രത്യേകതകൾ: സന്തോഷം, സമാധാനം,
നീതി, ഈ മൂന്ന് കാര്യങ്ങൾ അവർ എൻജോയ് ചെയ്യത്തില്ല. They will not be able to enjoy righteousness. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടപ്പോ പോയി വെള്ളത്തിൽ മുങ്ങിയ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തിനാ നീ സ്നാനപ്പെട്ടതെന്ന് നിനക്ക് തിരിച്ചറിയത്തില്ലെങ്കിൽ ഈ മൂന്ന് സാധനത്തിൽ എപ്പോഴും സ്റ്റക്കായിട്ട് കിടക്കും. If you don't understand the real reason why you have to take baptism, ഒന്ന് ഉണർന്നിരുന്നിട്ട് ഒന്ന് പറഞ്ഞ്, ദൈവരാജ്യത്തിനകത്ത് കയറണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരും. ദൈവരാജ്യത്തിലാണോ, നീതി എന്താണെന്നും സമാധാനം ഉണ്ടെന്നും സന്തോഷം ഉണ്ടോ അതിനെ ചിന്ത വരും. if you are in the kingdom, you will know righteousness, peace and joy. അപ്പൊ ഈ കണ്ടില്ലേ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ എന്തോ ചെയ്യുന്നെന്ന് പറയാൻ ദൈവരാജ്യത്തിന്റെ ആളാക്കി മാറ്റും. It will make you the spokesperson of the kingdom of God. അത് ആ ദൈവരാജ്യത്തിനകത്തെ ഒരു ചവിട്ടുപടിയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. And the stepping stone for the kingdom Listen, of God is baptism. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് നിക്കോദെമോസ് യേശുവിന്റെ അടുക്കൽ വരുന്നുണ്ട്. In John chapter 3 we see Nicodemus approaching ആ 3-ാം Jesus. അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് കാണിച്ച് മക്കളെ ഒന്ന് സഹായിച്ചേ. John chapter ജോൺ 3 verse 3. 3:3 അവിടെ പറയുന്നത് കേട്ടല്ലേ, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ. ഇത് ഞാൻ പറഞ്ഞോണ്ടോ, ഞാനങ്ങ് വീട്ടിൽ നിന്നൊന്നും കൂട്ടിരുന്നല്ല കേട്ടോ. പുതുതായി എനിക്കെന്ന് പറഞ്ഞാൽ സ്നാനം, വെള്ളത്തിൽ കൂടിയാണ് അത് മനസ്സിലാക്കുന്നത്. യേശുവെ നീ എൻ്റെ കർത്താവാണെന്ന് നമ്മൾ പറയുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിന്റെ കംപ്ലീഷൻ വരുന്ന സ്നാനത്തിനകത്താണ്. You may know Jesus is Lord, but the completion happens through baptism. അതിപ്പോ ഈ സമുദായ സഭയിൽ ചെന്നാലും, മർത്തോമ സഭയിലാണെങ്കിലും ഏത് സഭയിലാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും കയ്യെ പിടിച്ചോണ്ട് പറയുന്നില്ല, യേശുവിനെ ഞാൻ സ്വീകരിക്കുന്നു, പിശാചിനെ തള്ളിക്കളയെന്നൊക്കെ പറയുന്നത് കുഞ്ഞിന് വേണ്ടി പറയുന്നത്. എങ്കിലും അതിന്റെ പുറയിലത്തെ വാക്കെന്തോ, യേശുവിനെ ഞാൻ കർത്താവായിട്ട് സ്വീകരിക്കുന്നു. The moment you receive Jesus as a Lord, begins the journey. വെള്ളം അതിന്റെ സംഭവം, വെള്ളത്തിൽ കൂടി നടക്കുന്നത്. അതാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം എന്ന് പറയുന്നത് സ്നാനം. അത് born again life is baptism. അല്ല, വാഗോണ്ട് കൺഫസ് ചെയ്താണ് എനിക്ക് വാഗോണ്ട് ജീസസ് ഈസ് ലോർഡ് നല്ല. പക്ഷെ അതിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഉറപ്പിക്കുന്നത് ഈ വെള്ളത്തിലെ സ്നാനത്തിൽ കൂടിയാണ്. Maybe you confess it, but what you confess is established through അതാ baptism. പുതുതായി ജനിച്ചാലും ദൈവരാജ്യത്തിന് ഒരു ഗുണം കിട്ടത്തില്ല. If you're not born again, you don't understand the things of the kingdom. അതിപ്പോ നിങ്ങൾ പിണങ്ങിയാലും ശരി ഇണങ്ങിയാലും ശരി, ദൈവരാജ്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നീ ഇതിനകത്ത് വരണം. For you to understand the kingdom of God, you need to come to the experience. കാണാൻ കഴിയത്തില്ലെന്നാ പറഞ്ഞ, കാണാൻ കഴിയത്തില്ല, പിന്നല്ലേ അനുഭവിക്കുന്നത്. You can't see it. അനുഭവം വേറെ കാര്യം, കാണാൻ പോലും പറ്റത്തില്ല. You can't even see it. അപ്പൊ ദൈവരാജ്യം എന്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടക്കും. ദൈവരാജ്യം ദൈവമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അതാ അതിന്റെ കുഴപ്പം. The problem is you then become നിങ്ങൾ ഈ സഭയിലൊക്കെ വന്നേച്ച് തലതിരിഞ്ഞു പോകുന്നവരെ ശ്രദ്ധിച്ചില്ല, അവര് ദൈവം ഒന്നും അറിയത്തില്ല. There are people who come to church and then go astray because they 4 ദിവസം അവിടെ know. വന്നിരിക്കും, ഏതെങ്കിലും പ്ലാസ്റ്റിക് കസേര ഇരുന്നുള്ളതല്ലാണ്ട് ഒരു ഗുണവുമില്ല. They sat in the church for some time and അവര് then they've gone away ഹൃദയത്തിന് പരിശോധന, ഹൃദയം മാറിയില്ല. because there was no change. യേശു ആരാണെന്ന് പോലും അവർക്കറിയത്തില്ല. They don't know who Jesus പിന്നല്ലേ is. ദൈവരാജ്യം, പിന്നല്ലേ സ്നാനം, പിന്നല്ലേ ഈ അത്ഭുതകരമായ ജീവിതം. ഇവർക്കൊന്നും കിട്ടത്തില്ല. They won't enjoy the miracles. ഇങ്ങനെയുള്ളവരെ പുറത്തിറങ്ങിയെന്ന് കുറ്റം പറയുന്നു. Such people will go out. ഞങ്ങൾ കുറച്ചുനാൾ പോയി നോക്കി ഒന്നും നടന്നില്ലെന്ന് പറയും. എന്തോ നോക്കിയെന്നാ പറയുന്നത്. അവിടെ ചർച്ച വന്നിരുന്നിട്ട് ചർച്ചിലെ ലൈറ്റും കണ്ട്, ഭിത്തിയും കണ്ട്, അതിലൂടെ ഓടിപ്പോയ പല്ലിയും കണ്ടു. അല്ല എന്തോ കണ്ടത്, ഒന്നും കണ്ടില്ല. You say that I came to church and saw nothing but lights and the lizards in the church. ഇവിടെ പറയുന്നത് വീട്ടിൽ ജനം പ്രാപിക്കാതെ ദൈവരാജ്യം. ചിലർ എന്നോട് പറയാറുണ്ട്, സ്നാനപ്പെട്ടതല്ല, വെള്ളത്തിൽ മുങ്ങിയെന്നേ ഉള്ളൂ. സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, വെള്ളത്തിൽ മുങ്ങിയെന്നേ ഉള്ളൂ. സ്നാനം എന്ന് പറയുന്നത് തിരിച്ചറിവിലേക്ക് പോകുന്നത്, ദൈവരാജ്യത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അത് Baptism is understanding the kingdom of God. അത് മാത്രമാണോ? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ പറയുന്നത് ബലാത്കാരത്തോടെ ദൈവരാജ്യത്തെ നമ്മൾ ഉറപ്പിക്കേണ്ടത്. And Matthew 11:12 says the kingdom of സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ചുമ്മാ വെറുതെ ഉഴപ്പന്മാർക്ക് പറ്റിയ പരിപാടിയൊന്നും അല്ല ഇതൊന്നും. The violent taketh by force. ഇത് എനിക്ക് സമയമില്ല, ഒന്നിനും വരത്തുമില്ല, അത് കാര്യത്തിനൊന്നും സഹകരിക്കത്തുമില്ല, ഒന്നുമായിട്ട് ബന്ധമില്ല. ദൈവരാജ്യം എങ്ങനെ കാണാനാ? ഒരു കാണത്തില്ല. If you are not forceful, you won't see the benefits of the kingdom. നിങ്ങൾ ഓൾ ദ വേ ഫ്രം അവര് ബോംബെ നിന്ന് വന്നാൽ ഇവരെവിടെ എല്ലാം വേണേ പോവാം അല്ലേ? ഇന്നത്തെ എന്തെല്ലാം അവിടെ എല്ലാം പോയി സൈറ്റ് സീയിങ്ങിനും എന്തെല്ലാം പോയി. വൈ ദേ ആർ ഹിയർ ഇൻ ദ ചർച്ച്? അതാ അവരെ അകത്ത് വീണേക്കുന്ന സീഡതാ, വിത്തതാ. നമ്മളത് ഞായറാഴ്ച തന്നെ നോക്കി വേറെ പരിപാടിക്കും. They've come all the way. They could have gone somewhere, but they're here in the church. ഇത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞായറാഴ്ച ആരാധന മുടക്കുന്നവരെ കണ്ടാലേ അറിയാം ദൈവരാജ്യ വരത്തിൽ ഒരു കുന്തം അറിയത്തില്ല. If you miss
Sunday service, you haven't understood. അവര് what പറയുന്നത് forgiveness is. പ്രാർത്ഥിക്കുകയല്ല, നിങ്ങൾ ചുമ്മാ വെറുതെ കൈ കൂപ്പി നിൽക്കുന്നേ ഉള്ളൂ, അല്ലെ ചുമ്മാ വെറുതെ അവിടെ മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. ദൈവവുമായിട്ട് ബന്ധം വരുന്നത് എങ്ങനെ? കൂട്ടായ്മയ്ക്കകത്തൂടെ ബന്ധം വരുന്നത്. ആര് ദൈവം അറിയണ്ടായോ? Fellowship that you establish your relationship. അവിടെ നിന്ന് ആരെങ്കിലും with God. ഞായറാഴ്ച കൈ കാട്ടി വിളിക്കുന്നത് നമുക്ക് ഓടി പോകാൻ പറ്റൂ? നമ്മളെ ഉത്തരവാദിത്തമാണെങ്കിൽ എനിക്ക് പറ്റത്തില്ലെന്ന് പറയണം. ഞായറാഴ്ച എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാ? ടു ഡിസ്പ്ലേ യുവർ ഫെലോഷിപ്പ്. Sunday. മറ്റുള്ളവരെ കാണിച്ചോളൂ. എന്റെ കൂട്ടായ്മ വിട്ടു എനിക്ക് വരാൻ ഒക്കത്തില്ല. കാര്യം നിന്നെ ഇപ്പൊ ഓക്സിജൻ ഇട്ടിരിക്കുക, ഓക്സിജൻ വലിച്ചു മാറ്റുന്നതിന് തുല്യമാ നീ കൂട്ടായ്മ വിട്ടു പോയാല്. It's like fixing an oxygen mask and removing it. ഐസിയുവില് ഇത് മാസ്ക് വെച്ചിട്ട് കിടക്കുകയാണ്. നീടെ അയ്യോ അത് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ പറ്റൂ? You can't just remove it. It's your oxygen. നമ്മൾ സൂയിസൈഡ് അല്ല, നമ്മൾ ആത്മഹത്യ വരും. നമ്മൾ അങ്ങനെ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുടെ ഈ കാര്യത്തിന് വിലയില്ലെന്ന് മനസ്സിലാവും. When you do that, you are not valuing what ആരാ God is giving you. ഇതിന്റെ ആ മാറ്റ് കളയുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. Who is spoiling the നമ്മുടെ goodness of it? ഫെലോഷിപ്പ് എന്ന് പറയുന്ന കാര്യം എന്തിനു വേണ്ടിയാ? ഈ അത്ഭുതകരമായ ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ലേ ഫെലോഷിപ്പ്? Fellowship is to show the miraculous life അതിനകത്തിലെ of ആൾക്കാരുടെ Christ. ടെസ്റ്റിമണിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് കേൾക്കുമ്പോഴല്ലേ നമുക്ക് ഉത്സാഹം വരുന്നത്. When you hear the testimony of others, we get encouraged. ഇത് അതന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഹൃദയം ഇടിഞ്ഞു പോകും. Sometimes we hear such messages, it touches our heart. കാര്യം ഫെലോഷിപ്പ് കട്ട് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ഒന്നും റിസീവ് ചെയ്യത്തില്ല. ഫെലോഷിപ്പ് അകന്ന് നിൽക്കുവാണെങ്കിൽ റിസീവ് ചെയ്യത്തില്ല. പിന്നെ അത് കുത്തായിട്ടേ തോന്നത്തുള്ളൂ, പിന്നെ എഴുന്നേറ്റ് പോകാനേ തോന്നത്തുള്ളൂ. If you're cut off from relationship, you cannot receive the messages. മോനെ ജൂബിയും 3 മക്കളല്ലേ, പിള്ളേരെയൊക്കെ വഴക്ക് പറയുമോ? പിന്നെയെന്നു നീ വഴക്ക് പറയാൻ പിള്ളേരെന്നെ വീട് വിട്ടു പോകത്തില്ല. എന്താടാ മോനെ വീട് വിട്ടു പോകാത്തത്? അപ്പനോട് അവർക്ക് സ്നേഹം, അവർക്കൊരു സ്നേഹം കാണത്തില്ല. അത് നിനക്ക് തോന്നുക. വടക്ക് പറയുമ്പോൾ എങ്ങനെ സ്നേഹം വരുന്നത്? അതാ ഒരു ഹോം എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത് അതാ. ചർച്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. എഴുന്നേറ്റ് പോകാനുള്ളതല്ല ചർച്ച്. നിനക്കിനി ഇഷ്ടപ്പെട്ടില്ലേ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുക എന്നുള്ളതാ. ഒരു വാക്യം കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നവർക്ക് വേണ്ടിയാ കാണിക്കാം. സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. എക്ലേസിയാസ്റ്റിസ്. അത് തന്നെ. ചുമ്മാ ആവശ്യമില്ലാതെ കുറെ CC എല്ലാം കൊണ്ട് വെച്ചേക്കുക മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടി. 10-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം അല്ലേ? എന്തോ ചെയ്യണം? അധിപതിയുടെ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ കോപം നിന്റെ മേൽ വരുമ്പം ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി നിന്നെ വഴക്ക് പറയുമ്പോൾ അതാ അതിൻ്റെ അർത്ഥം. എങ്കിൽ നിന്റെ സ്ഥലം വിട്ടുപോകരുതെന്ന്. ഇതിപ്പോ പറമ്പ് നിറച്ച് ചർച്ചല്ലേ? ഇതൊക്കെ കുമ്പനാട്ടോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ചർച്ച? തിരുവല്ലയിൽ 79 ചർച്ചുണ്ട്. ഓരോ ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഒരെണ്ണം ഇരിക്കില്ല. ഇവിടുന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് പോയിരിക്കും. അതാ പ്രോബ്ലം. ഈ പിള്ളേരെന്തോ നീ വഴക്ക് പറയുമ്പോ അവിടുന്ന് എഴുതിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കാ തന്നെ. അതാ ബോധം. നമ്മൾ അവിടെ ആരെയും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പുറത്തെ അതിന്റെ ആ കെട്ടിടത്തിന്റെ മറ്റേ 4-ാം നിലയിലായിരുന്നു, ഇതിപ്പോ 8-ാം നിലയില്ല. നമ്മൾ അന്നാലും നമ്മൾ വലിഞ്ഞ എന്നെ മണ്ടയ്ക്ക് കയറിയിരിക്കും. You are offended in your church, you can skip to the next church. But why don't we leave our home when we chide our children at our home? നീ നിന്റെ സ്ഥലം വിട്ടു അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്നൊന്നും കൊണ്ടെന്ന് പറയുന്നല്ലോ കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നീ നിന്റെ സ്ഥലം വിട്ടു മാറും, നീ അവിടെ ഇരിക്കണമെന്ന്. Do not leave your post, for reconciliation pacifies great അപ്പൊ offenses. ശാന്തി എന്ന് പറഞ്ഞാൽ നിന്റെ ആ സൈലൻസ്, നിന്റെ ക്ഷമ നീ വലിയ കുഴപ്പം ചെയ്യാതിരിക്കാൻ കാരണമാവുന്നു. Your patience will save you from greater offenses. മനസ്സിലാവുന്നുണ്ടോ എന്തോ എഴുതിയിരിക്കുന്നത്? നമ്മൾ എങ്ങനെ reconciliation pacifies great offense. വലിയ ഒഫൻസ് ഉണ്ടാകാതിരിക്കാൻ നീ അവിടെ ശാന്തമായിട്ടിരിക്കുക, മിണ്ടാതിരിക്കുക. You be patient. നമുക്ക് ഇപ്പൊ ഈ പ്രായമൊക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് 2 പറയണമൊക്കെ തോന്നും. അതെന്നാ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചുരിച്ചിങ്ങി വരും. അതിനാ ഇങ്ങനെ ഇന്നാ പറഞ്ഞു, നമുക്ക് അങ്ങനെ തോന്നും അറിയാതെ. Sometimes we feel like speaking up certain things. അതെന്നാ ഈടെയായിട്ട് അങ്ങനെ, why this is so, ഈടായിട്ട് തന്നെ ഇങ്ങനെ, why this is happening. മിണ്ടാതിരി. മറ്റേനാള് നിനക്ക് മനസ്സിലാകും. ഇന്നും മനസ്സിലാകത്തില്ല, നാളെ മനസ്സിലാകും, മറ്റേനാള് നിനക്ക് മനസ്സിലാകും. You may not understand. ലോട്ടറി വിൽക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോട്ടറി വിൽക്കുന്നവരെ എപ്പോഴേലും ഇപ്പൊ അടിക്കുമെന്ന് പറയുമോ? ഇല്ല, നാളെയാണ് 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 അല്ലേ? അവർ ഇന്നാണെന്ന് നീ കേട്ടിട്ടുണ്ടോ? ഇതുവരെ നാളെയാണെന്നേ പറയത്തുള്ളൂ. അതാ ലോട്ടറി. നാളെ വേറെ മെസ്സേജ് വരുമെന്നേ. ഇന്നത്തേത് കൊണ്ട് നീ തീരുമാനിച്ചു കളയാ. Tomorrow, wait for tomorrow, something will happen. അടിച്ചു
അപ്പോഴായിട്ടൊക്കെ ഒരു ശബ്ദം, അടിച്ചു ബമ്പർ. അത് വേണമെങ്കിൽ അതാ ബലാത്കാരികൾ. മാത്യു 11:12 എന്താ പറഞ്ഞ ബലാത്കാരികൾ, കുത്തിപ്പിടിച്ചിരിക്കുന്നവനാ ബലാത്കാരി. എന്തോ കേട്ടാലും ദൈവം എന്നെ കൊണ്ടാക്കിയ ഇടമാണ്, ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞ് കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഇത് കല്യാണം നടത്താനാ വന്നത് ചർച്ചിൽ, പിള്ളേരുടെ കല്യാണം നടത്താൻ വേണ്ടിയാ ചർച്ചിൽ വന്നത്. പിന്നെ അവൻ എന്ത് പ്രതിബദ്ധതയാ ഉള്ളത്? പിള്ളേരുടെ കല്യാണം എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം ഒന്നും ഇല്ലെന്ന് ഇറങ്ങിയപ്പം വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നുന്നു. അടച്ചു പിടിച്ചാ ഞാൻ പറയുന്നത്. വരുന്നത് എന്തിനു വേണ്ടിയാ വരുന്നത്? ടു ഫുൾഫിൽ ദെയർ വിഷസ്. അവരുടെ ഡിസയേഴ്സും ഒക്കെ നടത്താൻ വേണ്ടി ഒരു സ്ഥലം വേണം, അതിനുവേണ്ടി വരും. പിന്നെ അവിടെ കണ്ടിരിക്കും. ഇവിടെ ബലാത്കാരികൾ കിങ്ഡം കാണിക്കണമെങ്കിൽ നിന്റെ അകത്തൊരു സൂത്രം വരണം. But to display the kingdom you should be violent. അപ്പോൾ വിക്ടോറിയസ് ബാറ്റിൽ ഉണ്ട്. ഇതിനകത്ത് വിക്ടറി വരണമെങ്കിൽ ഒരു ബാറ്റിൽ ഉണ്ട് അതിന്റെ പുറത്ത്. അല്ല പിന്നെ വിക്ടറി എന്ന് പറയുന്നത്. To have a victory there is a battle. ഹല്ലേലൂയ. Hallelujah. അത് ഫിസിക്കൽ വയലൻസിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള വഴക്കുണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ചില കാര്യങ്ങളത്തെ ക്രമീകരണം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ തന്നെ. We are not talking about physical violence, certain things. യേശുവിനെ കർത്താവായിട്ട് മനസ്സിലാക്കി ദൈവഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ നമ്മുടെ ആത്മീയ യുദ്ധങ്ങൾ അത് ആരംഭിക്കും. Our spiritual battles begin when we accept Jesus as Lord. കർത്താവിനെ രക്ഷകനായിട്ട് നമുക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആത്മീയ ഭവനത്തിൽ വരണമല്ലോ, എവിടെങ്കിലും ഒരു കൂട്ടത്തിനകത്ത് വരണമല്ലോ. അന്നേരം തൊട്ട് നമുക്ക് തുടങ്ങും ഈ സംഭവങ്ങളെല്ലാം. യുദ്ധം, ബാറ്റിൽ വിൽ ബിഗിൻ. Our spiritual battle begins. അത് ഇതൊക്കെയായിരിക്കും ഈ പറയുന്ന പോലെ ഈ വളരെ സില്ലിയായ കാര്യത്തിനകത്ത്, സില്ലി കാര്യം പക്ഷെ ബാറ്റിലായിട്ട് നമുക്ക് തോന്നും. വലിയ യുദ്ധം വരുന്നത് അവിടെയാണ് നമ്മുടെ ഓട്ടം. ഇല്ലേ, നമ്മളെല്ലാവരും എന്തത്തിലാണ്? ഒരു റേസിനകത്താണ്. ആ റേസ് എപ്പോൾ തുടങ്ങുന്നോ, എപ്പോൾ ഓടാൻ തുടങ്ങുന്നോ അന്നേരം നമുക്ക് രഞ്ജൻ പാസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഓടണ്ടാന്ന് ഓതി. 15 കിലോമീറ്റർ ഓടാപ്പോ അല്ലേ ലാസ്റ്റ് ടൈം? 15 കിലോമീറ്റേഴ്സ് അതോ 10 കിലോമീറ്റേഴ്സ്? 10 കിലോമീറ്റേഴ്സ് ഓടാൻ അങ്ങോട്ട് ഇവിടുന്ന് കഷ്ടപ്പെട്ട് എത്ര ദിവസം കിടന്നിട്ട് ഓടിയതാ. ഷോർട്സ് ഇട്ടും അത് വെയിറ്റ് കൂടുതലും വിചാരിച്ച് ഷോർട്സ് ആണെന്നോ എന്തോ ഇത്രയും ഉള്ള സാധനമൊക്കെ ഇട്ടുണ്ടാവും ഓടുന്നുണ്ട്. വേറെ പേര് കവല നിൽക്കുന്നവർ പറഞ്ഞു പരിഷ്കാരിയാന്ന് പോകുന്നത്. പരിഷ്കാരി പോകുന്നത് എന്നുവെച്ചാൽ വെയിറ്റ് കുറച്ചതാ. വെയിറ്റ് കുറച്ച് ഷോർട്സ് തന്നെ ഉണ്ടോന്ന് സംശയമാണ്. 10 കിലോമീറ്റർ ഓടാൻ പോയി നിൽക്കുക, ഓടി തുടങ്ങിയോണ്ട് ഓടണ്ടാന്നൊരു തോന്നല്. As we begin to race, you begin to feel I don't want to run. നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നോക്കിയാൽ നിങ്ങളെല്ലാം ഓടാൻ ഇറങ്ങിയിരുന്നവരാ. ഓടാൻ തുടങ്ങുമ്പോഴാ ഓടണ്ടാന്ന്. Then we feel like giving up. നമുക്ക് പിന്നെ വേറൊരു കുഴപ്പമുണ്ട്, നമ്മുടെ ട്രാക്കിലോട്ട് നമ്മൾ നോക്കത്തില്ല. അവനെങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്നത്, അവനെങ്ങനെ ഓടുന്നത് നമ്മൾ നോക്കുന്നത്. And then we have another problem. We look at other person's track, not our own. മറ്റോരൊക്കെ ഓടുന്നത് നമുക്ക് കാണാം. We want to see how others are running. നമ്മുടെ ഇത് ഈ കുതിരയുടെ സൈഡിലും കെട്ടിയതുപോലെ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. Run your race faithfully. And finish it. And finish it. അത് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ അത്ഭുതങ്ങളെല്ലാം പുറത്തിറങ്ങി വരുന്നത്. That's how we see miracles. ആമേൻ, ഹല്ലേലൂയ. ഈ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയും അല്ലേ. ഈ ഇരുട്ടെന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയതല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നത്തിങ്നെസ് എന്ന് പറയുന്ന സാധനം ദൈവം ഉണ്ടാക്കിയതല്ല. ഇറ്റ് വാസ് ദെയർ, അത് ഉണ്ടായിരുന്ന സാധനം. There's something called the power of darkness which was always there. ആ സാധനത്തിന് അകത്തോട്ട് ദൈവം വെളിച്ചം കൊണ്ടുവച്ചത് അല്ലേ, എല്ലാം ഉണ്ടാക്കി. അപ്പൊ എന്താ പറയുന്നത്, എപ്പോഴും ഈ സ്വാധീനങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. So these influences are always around us. നമ്മൾ വെളിച്ചമായെന്ന് അറിയുമ്പോൾ ഈ സ്വാധീനം ഈ വെളിച്ചത്തെ കെടുത്താൻ വേണ്ടി നമ്മളെ സ്വാധീനിക്കും. അതാ ബാറ്റിൽ എന്ന് പറയുന്ന കാര്യം. യുദ്ധം ആരംഭിക്കും അവിടെ. So the darkness is trying to fight against us because we are the light. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഇത്രയും കുഴപ്പമില്ലായിരുന്നു, കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് ഇപ്പം വലിയ പ്രശ്നങ്ങളായത്. അത് ബാറ്റില്. You say that before knowing the Lord I പണ്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, എല്ലാരോടും സന്തോഷമായിരുന്നു. പക്ഷെ കർത്താവിനെ അറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ബാറ്റിൽ എന്തിനു വേണ്ടിയതാ? ജയിക്കാൻ വേണ്ടിയുള്ളതാ. And this is for you to be victorious. ഇവിടെ വായിക്കാത്ത ഒരു ചെറിയ ഒരു സാധനം പല്ല് കൊണ്ടൊന്ന് മുറിഞ്ഞു നാക്കേല, അത് ക്യാൻസറസ് ആയി. അവിടെ നമ്മളത് വിചാരിക്കുന്നത്, കർത്താവേ എന്നെ നീ കൈവിട്ടു. കർത്താവ് കൈവിടൂ? ഞാൻ എല്ലാ നാളും കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കൈവിട്ടു. ഇനി ജോണിക്കുട്ടി ബ്രദർ വിട്ടു പോയാലും കർത്താവ് വിട്ടു പോകത്തില്ല. പിള്ളേരെല്ലാം വിട്ടു പോവാം അല്ലേ, കർത്താവ് വിട്ടു പോകും ഇല്ല. അവിടെ നമ്മളെ ഉറപ്പിക്കുകയാണ്. ഈ പറയുന്നത് പോലെ ഇങ്ങനൊക്കെ വരുമ്പോ ഇത് ചലഞ്ചാണ്, ഇത് ബാറ്റിലാണ്, ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല. Even when we have cancer or some sickness come,
Nobody will, even if everybody leaves, Jesus will never leave you. He will make us victorious. രോഗം ഇതുപോലത്തെ സാമ്പത്തിക ഞെരുക്കങ്ങള് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഉടനെ വിചാരിക്കുന്നത്, ഇത്ര നാള് ഞാൻ ആരാധനയ്ക്ക് പോയിട്ട്. ബീന സിസ്റ്റർ എത്ര വർഷം വന്നിട്ട് ഇത് വന്നത്? 2012 കർത്താവിനെ അറിഞ്ഞു വന്നല്ലേ അല്ലേ? എന്നിട്ട് 14 വർഷം കഴിഞ്ഞ ക്യാൻസർസ് വരുന്നത്. അപ്പൊ ഉടനെ ചിന്തിക്കാവുന്ന എന്തുവാ? എത്ര വർഷം മുമ്പ് കർത്താവിനെ അറിഞ്ഞത്? 93 അറിഞ്ഞല്ലേ? 93 കഴിഞ്ഞിട്ട് എന്നാ ഈ ക്യാൻസർ വന്നതെന്ന്? എത്ര വർഷം കഴിഞ്ഞ? ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ്? 30-40 ഇയേഴ്സ് അല്ലേ കഴിഞ്ഞിട്ട്? അപ്പൊ ഉടനെ ചിന്തിക്കോ അതിന് ഇത്രയും വർഷം ഞാനപ്പോ ആരാധിച്ചു കൊടുക്കും? അങ്ങനല്ല, ഇതൊരു ബാറ്റിലാ ഇത്. അവിടെ നമ്മൾ പറയാ ഞാൻ തോക്കത്തില്ല, എന്നെ ജയിപ്പിച്ചു നിർത്തിയ ഉടനെ അതേ പറഞ്ഞ ലുക്ക് അറ്റ് ദ ക്രോസ്. ഈ കുരിശിനോട്ട് നോക്കിയാൽ ഈ കുരിശിന്റെ പുറകിലെല്ലാം പരാജയങ്ങളായിരുന്നു. കുരിശിന് മുമ്പിൽ പരാജയപ്പെടാൻ ഒക്കത്തില്ല. കാര്യം കുരിശ് ഈ വിക്ടറിയെ കാണിക്കുന്ന ഈ കുരിശ്, ഇത് നീ എപ്പോഴൊക്കെ ഇതേ നോക്കുന്നു, നിന്റെ ജയം ഇതിനകത്ത് ഉറപ്പാണ്. മൈൻഡാണ് ഈ ലോകത്തോട് കണക്റ്റഡ്. മൈൻഡ് കണ്ടോ, ലോകത്തോട് കണക്റ്റഡാ മൈൻഡ്, നോട്ട് ഹാർട്ട്, മൈൻഡ്. അത് ഈ ഡാർക്ക്നെസ് എപ്പോഴും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കും. The power of darkness keeps on affecting our mind. As Omni Mama and Beena sister came to know the Lord years ago, but years later they had to face cancer. They could say that God has left us or Jesus has left us, but that was an opportunity for them to be victorious. When we look at the cross, we see victory. കൂടെ ഇരിക്കുന്ന വിശ്വാസികളും പറയും എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നു, അല്ലെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. And even believers around you might say there is something wrong with you. സമയം നോക്കിയിട്ട് ഇടയിൽ കൂടെ ചോർപ്പിടും. അവരെന്തോ കുഴപ്പമുണ്ട്, അല്ലെ അവരങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല, എന്തോ അവര് ശരിയല്ല. Something happens, there is something wrong. അവരുടെ ബാറ്റിലാണ്, അവർ ആ ബാറ്റിനെ ഓവർകം ചെയ്യും. നമ്മുടെ കൂടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു ഞങ്ങളുണ്ട് മാവേ കൂടെ, ഞങ്ങളുണ്ട് ബീനസിന്റെ കൂടെ, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ സഭയായിട്ട് പ്രാർത്ഥിക്കും, നിങ്ങളിത് ജയിക്കും, നമ്മളിത് ജയിച്ചിരിക്കും. So as believers we stand with them and say that we are with you, we will win this battle. യുദ്ധം വരുന്ന പറഞ്ഞാൽ ഇട്ടച്ചു പോകുന്നൊന്നും മാന്യമായ കാര്യമല്ല. യുദ്ധം വരുമ്പോൾ കൂടെ നിൽക്കുന്നതാണ് അന്തസ്സ് എന്ന് പറയുന്നത്. You don't leave them when they face battle, we stand with them until they see victory. പ്രശ്നങ്ങളെ മനസ്സിലാക്കി പ്രശ്നത്തിനോടൊപ്പം നിൽക്കുന്നതാണ് അന്തസ്സ്. And it is the right thing to understand the struggles and stand with people when they go through it. ഈ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും ഒരു കാര്യം പറയില്ല, വിശ്വാസമൊന്നും അല്ല വിഷയം കേട്ടോ, വിശ്വാസവും ഇതൊന്നും അല്ല വിഷയം, അന്തസ്സാ വിഷയം. നീ പറഞ്ഞ വാക്കിന് വില വരണം, അതാ അന്തസ്സ് എന്ന് പറയുന്നത്. Having a value for the word that you said is decency. യേശു എന്റെ കർത്താവാണെന്ന് പറഞ്ഞില്ലേ, ആ വാക്കിന് വില വെക്കണം, അതാ അന്തസ്സ്. If you say Jesus is Lord, ഇന്ന് യേശു കർത്താവാണ്, നാളെ വേറെ ആരാണ്ട കർത്താവ്. Today he is Lord, tomorrow somebody else is the Lord. അത് അന്തസ്സുള്ള ജീവിതമായത് എന്ന് പറഞ്ഞ യേശു എന്റെ നാഥൻ, അതൊരിക്കലും മാറത്തില്ല. Yesterday, today and forever he is my Lord. And when I say Jesus is the Lord, nothing changes. That is a decent life. അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കില്ല. Don't call anyone and everyone as your father. ഇപ്പം കണ്ടു ഇച്ചിരി കൂടുതൽ കിട്ടുന്ന നമുക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അത് അന്തസ്സ്, പറഞ്ഞ അന്തസ്സ്. വിശ്വാസമൊക്കെ കൊള്ളാം, നല്ലതാണ്, പക്ഷെ വിശ്വാസമൊന്നുമല്ല, നിനക്ക് അന്തസ്സാ വേണ്ടിയത്. നീ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം, നീ പറഞ്ഞ വാക്കിനകത്ത് ഉറച്ചു നിൽക്കണം, നീ ആ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം, അതല്ലേ അന്തസ്സ്. What you do, you must do properly. That is decency. അന്തസ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന വാക്ക് എന്നാ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. Keeping up your word is decency. അപ്പൊ ഈ ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. ബാറ്റിൽ കണ്ടില്ലേ, മൈൻഡ് ബാറ്റിലാണ് ഇത് പറയുന്നത്. മൈൻഡ് ഗെയിം എന്ന് വേണം വിളിക്കാൻ, മനസ്സിലായോ? മൈൻഡ് ഗെയിം എങ്ങനെയാണെന്ന് അറിയാം. മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ നമ്മുടെ എന്താ റെയിൽ എന്തുവാ, മെട്രോയുടെ അവിടെ എല്ലാം കണ്ടില്ല, മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ ഗ്യാപ്പ്, അതിന്റെ കീഴെ പോകല്ലോ. അപ്പൊ മൈൻഡ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് വരുന്നത് നീ മൈൻഡ് ചെയ്തോണം. നീ അവിടെ ആരാധനയ്ക്കൊന്നും വരുന്നേ ഇല്ല. ഇപ്പം നീ നിന്റേതായ എക്സ്ക്യൂസ് പറഞ്ഞ് മാറി മാറി നിൽക്കുക. ഗ്യാപ്പ് വിടുക, ഗ്യാപ്പായി ചേരത്തില്ല, ഗ്യാപ്പായി. ഇത് ഇച്ചിരി എഴുതോണ്ട് ഞാൻ എടുത്തോണ്ട് പോകും. നീ എന്തോരം ചെയ്യണോ ഇന്ന് കേട്ടോ. നീ മൈൻഡ് കയറി വന്ന കണ്ടില്ലേ, ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡാർക്ക്നെസ്. Because of the influence of darkness. മറ്റേ ഇതിങ്ങനെ ചേർത്ത് വെച്ചു കണ്ടോ, ഞാൻ പറയുന്നത് തന്നെ അവിടെ പറയത്തുള്ളൂ. ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറയും, അല്ലേ? ആ ഗ്യാപ്പില്ലാത്തോണ്ടാ. ഗ്യാപ്പ് ഒന്ന് വന്നു നോക്കത്തെ. ഞാൻ ഇവിടെ ഇരുന്നോണ്ട് പറയാ now it will happen, tomorrow it will happen എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും.
ഇപ്പൊ അത് സംഭവിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഉടനെ പറയാ ഹി സെയിങ് ടുമോറോ ഇറ്റ് വിൽ ഹാപ്പൻ. അല്ല, തിരിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഗ്യാപ്പ് വീണെന്നല്ലേ അതിന്റെ അർത്ഥം. If you don't speak the same things, then there is നമ്മുടെ മൈൻഡിനെ കയറി കണ്ടില്ലേ, നമ്മുടെ മനസ്സിനെ കയറി ഏതാണ്ടൊക്കെ സ്വാധീനിക്കും. something is influencing our mind. ഇമോഷൻസ് എല്ലാം വരുന്ന ഈ വേൾഡിൽ നിന്ന് വരുന്ന സാധനം, വേർഡിൽ നിന്നല്ല, വചനത്തിൽ Emotions നിന്നല്ല, come വേൾഡിൽ from നിന്ന്. the world, not from the word. അങ്ങനെയുള്ള സ്വാധീനിക്കപ്പെടുന്ന മനസ്സാ നമ്മുടെ മുന്നേറ്റങ്ങളെ നമുക്ക് And നമുക്ക് that പ്രോഗ്രസ് stops ചെയ്യും. our progress. അത് തുടഞ്ഞോളയും. ലോകം അതിന്റെ സംവിധാനങ്ങളെല്ലാം, ഈവൻ പ്രകൃതി പോലും നമുക്ക് എതിരായിട്ട് തോന്നും. Sometimes world നമ്മള് and system and even nature. മഴയൊന്നും പെയ്യാതെ ഇപ്പൊ നല്ല ഇതില്ലേ, നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി ഒരു മഴ പെയ്യും. ഉടനെ നമ്മളെന്താ പറയും? നമ്മൾ പറയും കണ്ടില്ലേ കാലക്കേടാന്ന് പറയും മൊത്തം. ഞാൻ ജനിച്ചത് തന്നെ കാലക്കേടാണ്, സഭയെ പോയതും കാലക്കേടാണ്, ഏതോ കാലം എൻ്റെ കൂടെ കൂടിയാന്ന് പറയും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു. Sometimes you think that everything is against you. കാൽവരി ക്രൂശിൽ യേശു പിശാചിനെ തകർത്തു, തലയെ തകർത്തു. പിശാച് തകർന്നതായിരുന്നു. എന്നുവെച്ചാൽ എന്തൊക്കെയാ അതിനുവേണ്ടി എതിരായിട്ട് മനുഷ്യന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ തകർന്നത് ന്യായപ്രമാണങ്ങൾ തകർന്നത് അതിന്റെ അർത്ഥം. പിശാച് എന്ന് പറയുന്നത് ന്യായപ്രമാണം മനുഷ്യനെ ഒരിക്കലും ഉയർത്തിവിടത്തില്ല, ദൈവത്തോട് ബന്ധപ്പെടുത്തത്തില്ല. അതല്ലേ കൊലോസ്യർ 2-ാം അധ്യായത്തിന് 13-14 വാക്യങ്ങളല്ലേ. ചട്ടങ്ങൾ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് പ്രതികളെല്ലാം കുരിശിൽ തറച്ചെന്നല്ലേ എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ എന്തായിരുന്നു നമ്മളെ എതിർത്തോണ്ടിരുന്നതെല്ലാം നമ്മളെ അല്ല, വാസ്തവത്തിൽ യഹൂദന്മാരെ എതിർത്തോണ്ട് അതിന്റെ സ്വാധീനം ലോകം മുഴുവനും വ്യാപരിച്ചു അല്ലേ. അതിക്രമങ്ങളും കാണിക്കും മക്കളെ, അതിക്രമങ്ങളും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മം മരിച്ചവരായ നിങ്ങളെ അവനോട് കുറിച്ച് അല്ല അതിക്രമങ്ങൾ അതിന് പറയാം. അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധം പ്രതികൂലമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു, നടുവിൽ നീക്കി കളഞ്ഞു. അതായിരുന്നു. നിങ്ങൾ നോക്കിയേ, അവിടെ ന്യായപ്രമാണം മൊസൈക്ക് ലോ വന്നെങ്കിലും മൊസൈക്ക് ലോയുടെ ഇൻഫ്ലുവൻസ് വേൾഡ് മുഴുവനും വ്യാപരിച്ചു. അങ്ങനെ എല്ലായിടത്തും ലോസ് ഉണ്ടാകുന്നത്, ലോ ഉണ്ടായത് അങ്ങനെ. What really happened on the cross was crushing the power of the law as it was written in. അതിനെ യേശു തകർത്തെന്ന്, കുരിശിനെ യേശു തകർത്തിട്ട് കർത്താവ് കൃപ തന്നെന്ന് നമുക്ക്. കാര്യം നമ്മൾ മിടുക്കത്തരം പറയാതിരിക്കാൻ. So that we don't have to boast. അതുകൊണ്ടല്ലേ അവസാനം പറഞ്ഞു കേട്ടില്ലേ, വേർഡ് എന്തോ പറയുന്നത്, വി ആർ മോർ ദാൻ a conqueror അല്ലേ, ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു ലിവ്സ് ഇൻ us. നമ്മുടെ അകത്തിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ എല്ലാത്തിലും ജയിച്ചവരാണ്. That's why it says we are more than conquerors through Christ Jesus. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം നമ്മൾ 31st നൈറ്റില് കണ്ടത്. We saw 1 Corinthians 15:57 on 37th night. എന്തോ വരുന്നത് എഴുതിയിരിക്കുന്നത്, Thanks be to God who gave us victory through our Lord Jesus. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം അല്ലേ. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 2 Corinthians 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ഇപ്പൊ നമ്മൾ നോക്കി, നമുക്ക് ജയം തന്ന ദൈവം നമ്മളെ എപ്പോഴും എങ്ങനെ നടക്കുന്ന ജയ ഉത്സവം, ജയത്തെ ഉത്സവമാക്കണം. യു മേക്കിംഗ് യുവർ വിക്ടറി എ ഫെസ്റ്റിവൽ. Triumphal procession in Christ Jesus. അത് ആ വാക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നത്, നിനക്കൊരു വിക്ടറി ഉണ്ടായി, യു ഹാവ് വോൺ അല്ലേ, നീ ജയിച്ചു, അതിനെ നീ ഫെസ്റ്റിവൽ ആക്കണം. അതാ ജയോത്സവം എന്ന് പറയുന്ന വാക്ക്. The victory is turned into a festival. അതെങ്ങനെ മനസ്സിലാക്കുന്നത്, ഫ്രൈഡേയില് യേശു കുരിശിൽ മരിച്ചു, ജയിച്ചു, എല്ലാ പ്രമാണങ്ങളിൽ നല്ല നമ്മളെ വിടുവിച്ചു, ജയിച്ചു. സൺഡേയിൽ എന്ത് സംഭവിച്ചു? റിസറക്റ്റഡ്. അതിനെ ഫസ്റ്റ്, അതാ ഈസ്റ്റർ എന്ന് പറയുന്നില്ലേ, അതിനെ നമ്മൾ ഉത്സവമാക്കണം. On the Friday he took victory, but on Sunday മരിച്ചപ്പോഴേ നമ്മൾ ഹല്ലേലൂയ പറഞ്ഞു. യേശു മരിച്ചപ്പോൾ ഞാൻ ജീവിച്ചെന്ന്. When he died, I lived with him. ഇവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞെന്നറിയോ, ഞാൻ ഇനി ഒരു നാൾ മരിക്കത്തില്ല. When he rose again, I cannot die again. കാര്യം ഡെത്തിന് എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഡെത്ത് എന്നെ എന്റെ അടുക്കൽ വന്നോണ്ടിരുന്നാൽ ഈ പ്രമാണം വഴിയാ വന്നിരുന്നെങ്കിൽ ഇനി ഡെത്തിന് എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്റെ അകത്ത് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ, അൺക്രിയേറ്റഡ് ലൈഫ് യേശു മുഖാന്തരം എന്റെ അകത്ത് വന്നു. Death came through the law, but now uncreated life of Christ came into me. അതായത് അത്ഭുതകരമായി ഒന്നിനും എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്ന ബോധ്യത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഒന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല. When I know and I understand that nothing can touch me, nothing will touch me. കാര്യം ഡിഫീറ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിക്ടറിയിലാണ് നിൽക്കുന്നത്. I don't know defeat, I am in victory. മോനെ, രണ്ടാമത്തെ പൊസിഷനാ കിട്ടിയതില്ല. ആദ്യത്തെ ഓട്ടത്തിൽ രണ്ടാമത്തെ പൊസിഷനെ കിട്ടിയപ്പോ എന്തോ മനസ്സിൽ പെട്ടെന്ന് വന്നത്, രണ്ടാമത്തെ ആ വിക്ടറി സ്റ്റാൻഡിൽ രണ്ടാമത്തെ സിൽവർ ഇതിന് അവിടെ നിൽക്കുമ്പോ എന്താ തോന്നിയത്? What did you feel when you were standing on the second place? പെട്ടെന്ന് പറ, സമയമില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, രണ്ടൊന്നും പറയാൻ സമയമില്ല. അതാ ഇവിടെ അല്ല ഞാൻ നിൽക്കേണ്ടി, ഞാൻ ഒന്നാമനായിട്ട് നിൽക്കേണ്ടിയാന്നാ തോന്നിയത്, അതാ വേണ്ടിയത്.
അല്ലാണ്ട് പറഞ്ഞ ഈ സിൽവർ താഴെ ബ്രോൺസിലോട്ട് പോകാൻ ആഗ്രഹിക്കൂ. When you are on the second place, you don't desire to നമ്മളെ go to the കർത്താവ് third എവിടെ place, കൊണ്ട് you want നിർത്തി to go നമ്മൾ to the first മനസ്സിലാക്കുക. place. നമ്മൾ താഴോട്ട് പോകാനല്ല കർത്താവ് ജയിച്ചത്. കുരിശിൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് അതിനേക്കാളും വലിയ മുകളിൽ നിർത്താനാ. He died and rose again on the third day so that we will rise up again. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തുമാണ്? നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ അതിനേക്കാൾ ഏറ്റവും മോശമായ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. We want to do something even worse. അതിനുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. And then we find out verses for that. അതിനുള്ള എന്താ പറയുന്നത്, അവിടെ എവിടെയെല്ലാം പോയി സെർച്ച് ചെയ്യുക. അവരെന്തോ പറയുന്നു, ഇവരെന്തോ പറയുന്നു. നീ മോർ ദാൻ എ കോൺകറർ. You are more than a conqueror. ക്രിസ്തുവിൽ നമ്മളെ എപ്പോഴും എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നല്ല എന്റെ അർത്ഥം. It says always in Christ Jesus. അല്ലേ? എവറി ഡേ, എവറി സെക്കൻഡ് നീ കർത്താവിൽ ജയത്തോടു കൂടി നിൽക്കണമെന്നല്ലേ കർത്താവിന്റെ ആഗ്രഹം. He wants us to triumph in Christ always. എല്ലായിടത്തും പോകുന്നിടത്തല്ല എന്തോ ഫ്രാഗ്രൻസ്, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. എവിടെയെങ്കിലും ചെന്നിരുന്നത് വർത്താനം പറയുമ്പോൾ മനസ്സിലാവും, അടിച്ച പെർഫ്യൂമിന്റെ മണമല്ലിത്. That is what you carry. And to be the fragrance of knowledge ആ of ഫ്രാഗ്രൻസ് Christ. സംസാരിക്കുമ്പോഴേ അറിയാം നീ ജയാളിയായിട്ടാണ് നീ സംസാരിക്കുന്നത്. You are talking like മറ്റേ a മുഖത്തോട്ട് conqueror. നോക്കിയേ, ഇടിഞ്ഞ് കണ്ണും താന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ താഴും. എന്താ ജയാളിയെ കണ്ടാ അറിയാം, മുഖത്തോട്ട് നോക്കിയാ അറിയാം. മറ്റേ ഉറക്കം തൂങ്ങിയാ ഇരിക്കുന്നു ഇങ്ങനെ. ചർച്ചിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉറക്കം If you are a conqueror, you can make out from their face. ഐഡന്റിഫൈ. നിന്റെ ഐഡന്റിറ്റിയെ നീ നശിപ്പിച്ചു കളയാ. നിന്റെ ഐഡന്റിറ്റി കുരിശിൽ നീ ജയാളിയാ. On the cross, you are more than a conqueror. പക്ഷെ നീ ഡിസ്പ്ലേഡ് ആകുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യത്തിനകത്ത് അതുകൊണ്ട് കയറാൻ പറ്റാത്തത്. നീ വെളിയിൽ നിന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്തുവാ? നീ തന്നെ തകർന്നൊരു വ്യക്തിയായിട്ടാണ്. you say that you are a failure. But you display yourself as a failure. കണ്ടില്ലേ നമ്മൾ ചെയ്യുന്നതിനകത്തല്ലോ നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം പോയി എന്തോ ചെയ്യാൻ ഞാൻ അങ്ങ് എല്ലാ ദിവസവും രോഗം. എനിക്ക് ശബ്ദമേ ഇല്ലായിരുന്നു. I had no voice. 2-3 ദിവസമായിട്ട് പാടാനൊന്നും എനിക്ക് ഒക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് മിണ്ടായിരിക്കാൻ ഒക്കത്തില്ല. I can't keep quiet. കാര്യം ഞാൻ ഒരിക്കലും തോൽവി സമ്മതിച്ചു കൊടുക്കത്തില്ല. Because I don't accept defeat. ഇനിയിപ്പോ ഒടിച്ച് താഴെയിട്ടെന്ന് പറഞ്ഞാലും ഞാൻ തോറ്റു കിടക്കത്തില്ല, ഞാൻ എഴുന്നേറ്റ് വയ്ക്കും. I will still rise up. എന്നെ അത് പഠിപ്പിച്ചത് പൗലോസ് അപ്പോസ്തലനല്ല. Paul taught me that. അത് ആക്ട്സ് 15-ാം അധ്യായത്തിനകത്ത് കല്ലേറുണ്ടായി. കാര്യം ഈ നമ്മുടെ ഈ വഴി സൈഡിൽ കിടക്കുന്ന ചെറിയ മെറ്റൽ വെച്ചല്ല എറിയുന്ന വലിയ സ്റ്റോൺ ബ്ലോക്സ് ആണ്. ആ ബ്ലോക്കൊക്കെ ഇട്ട ഈ യഹൂദന്മാരുടെ ഉപദ്രവമല്ലേ കല്ലെറിയെന്ന് പറഞ്ഞാൽ. Acts 15 we see a stoning. Paul stoned to death. അവർ കല്ലെറിയുന്ന ചാകാൻ വേണ്ടിയാ. They are stoning people അല്ല, to ഒറ്റ death. ഏറെറിഞ്ഞ് കാലൊടിച്ചിട്ട് എഴുന്നേറ്റ് ഞൊണ്ടി നടക്കാൻ വേണ്ടിയില്ല. ആ കല്ലെറിയുന്നത് നീ ചാകണമെന്ന് വെച്ചിട്ടില്ല, കല്ലെറിഞ്ഞ് കൊല്ലുകയെന്നുള്ള. അപ്പൊ യഹൂദന്മാർ കൂട്ടം കൂടി വന്നു കഴിയുമ്പോ എന്തു ചെയ്യുന്നു? അവന്മാര് കല്ലെറിഞ്ഞ് പൗലോസ് മരിച്ചെന്ന് വിചാരിച്ചു. The Jews kept stoning him until they thought he was dead. എനിക്ക് അങ്ങനെയുള്ള ബ്രദേഴ്സ് കൂടെ നിൽക്കുന്നത് എനിക്കിഷ്ടം. I like such brothers. അവര് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾ മരണമൊന്നും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പൗലോസ് മരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. And the people said we don't allow him to be. അവരെല്ലാം കൂടെ വട്ടം ചേർന്ന് കൈ പിടിച്ച് ഹല്ലേലൂയ ആയിരിക്കും പറഞ്ഞത്. അല്ലെ യേശുവേ കർത്താവെ സഹായിക്കണമെന്ന് പറഞ്ഞു. പൗലോസ് അതിന്റെ ഇടയിൽ എഴുന്നേറ്റ് വന്നു. They all held hands together. Probably they prayed. They said hallelujah. Paul rose up. ചെവിയൊക്കെ ആ വലിയ കല്ലൊക്കെ വീണുമ്പോ ചെവിയൊക്കെ പറഞ്ഞു കാണും, മൂക്കൊക്കെ കണ്ട് ഇങ്ങനെ ആയി കാണും. The big stones falling on him. Probably your face is disfigured. വലിയ ബ്ലോക്കുകളെല്ലാം കൊണ്ടുവരുന്നത് തലയൊക്കെ പൊട്ടല്ലേ. പക്ഷെ എഴുന്നേറ്റ് വന്നവര് ഒരു ക്ഷീണവും ഇല്ല. But the one who rose up is not even tired. നമ്മളാണെങ്കിൽ ഉടനെ അടുത്ത MLA വിളിക്കുന്നു, വാർഡ് മെമ്പറിനെ വിളിക്കുന്നു, രാഷ്ട്രീയക്കാരെ വിളിക്കുന്നു. What would we have done? അവിടുന്ന് എഴുന്നേറ്റ് ചോദിക്കുക ദർബയ്ക്ക് പോവാന്ന്. He rises up and says, let's go to Derby. നമ്മളായിരുന്നു ഉടനെ പറയാം വീട്ടിൽ പോകാം, അടുത്ത വർഷം നോക്കാമെന്ന് പറയും. ഞാനില്ല, എൻ്റെ ബ്രദറെ ഞാനില്ല കേട്ടോ ഈ പണിക്കൊന്നും, എന്നെ ഇനി ഇതിനൊന്നും കൂട്ടിയാക്കില്ലെന്ന് പറയും. ഇതാ പൗലോസ്. കാര്യം അയാളുടെ അകത്തിരിക്കുന്നത് മരിച്ചവന്റെ സുവിശേഷമല്ല, മരണത്തെ ജയിച്ചവന്റെ സുവിശേഷമാണ്. ഡർബയ്ക്ക് പോകാം നമുക്ക്. എന്തിനാ പോകുന്നത്? ഇനി കല്ലെറിഞ്ഞ ഇനി ഞാൻ എഴുതേക്കും. എനിക്ക് മരണത്തെ അല്ല പേടി, എന്നെ ജയിപ്പിച്ചവൻ, എന്നെ ജീവിപ്പിച്ചവൻ, എനിക്കിനി ഒരിക്കലും മരണം ഉണ്ടാകത്തില്ലെന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ ഉയർത്തും. Because I will lift up the one who told me that there will be eternal life. അതുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്ന അല്ലെ ക്രിസ്തുവിൽ ഞങ്ങളെ എന്നാ പറഞ്ഞല്ലേ, ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തും. ഇങ്ങനെ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക എന്റെ പ്രിയ സഹോദരങ്ങളെ. Thanks be to God who always leads us in triumph in Christ. हाथ जोड़ के मैं बोल रहा हूं आपसे, माफी मांग रहा हूं. Forgive us. We are speaking very boldly. ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്
Thanks be to God who always leads us in triumph in Christ. എന്തിനാണ് ഈ ജീവിതം? നിങ്ങൾ തന്നെ നോക്കി, എന്തിനാണ് ജീവിക്കുന്നത്? ജീവിക്കുവാണെങ്കിൽ എങ്ങനെ ജീവിക്കണം? ഇതൊരു അത്ഭുതകരമായ ജീവിതമായിരിക്കും. If we live, we should live that miraculous life. ആ അത്ഭുതകരമായ ജീവിതം എന്ന് പറയുന്നത് ജയിച്ചു നിൽക്കുന്ന ജീവിതം. ജയിച്ച് 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 ജയിച്ച്. And that life is a victorious മോനെ, life. ജയത്തിന്റെ പുറകിൽ എന്തോ നിൽപ്പുണ്ട്? ബാറ്റിൽ നിൽപ്പുണ്ട്. There is a battle behind അല്ലേ? victory. ഒരു യുദ്ധം അതിന്റെ പുറകിൽ നിൽപ്പുണ്ട്. യുദ്ധം കണ്ട് ഞങ്ങൾ പേടിക്കത്തില്ല. ഈ യുദ്ധം ഞങ്ങൾ ജയിക്കും. Don't be afraid of the battle, we will കാര്യം win it. ഞങ്ങൾക്ക് ഒരു ഷുവർട്ടി ഉണ്ട്, യുദ്ധം ഞങ്ങളുടേതല്ല, കർത്താവിന്റേതാ യുദ്ധം. Because we know the battle belongs to the Lord. അല്ലേ? കർത്താവിന്റെ യുദ്ധമാണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നാ മതി, കർത്താവ് ജയിപ്പിച്ചോളും. If it's the battle of the Lord, He will make us win. നീ അവിടോട്ടൊന്ന് നിന്നാ മതി, കർത്താവ് നിന്നെ ജയിപ്പിക്കും. കർത്താവിന്റേതാണ് യുദ്ധം, നിന്നെയാണ് കർത്താവിന് ആവശ്യം. God needs you, so you just be there and He will make you win the battle. ഈ മിസ്രൈമിൽ കിടക്കുന്ന ഈ 30 ലക്ഷം പേരെ കൊണ്ടുവരാൻ കർത്താവിന് മോശയുടെ ആവശ്യം വല്ല ഉണ്ടില്ല. മോശ പോയാലേ നടക്കത്തുള്ളൂ. നീ വേണം. നീ ഉണ്ടെങ്കിൽ നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നീ പാർക്കുന്നിടത്ത്, നീ പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. God could have delivered so many people out of Egypt without Moses, but no, God needed a Moses. God needs you to deliver many. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെല്ലാം ഭയങ്കര വ്യക്തിത്വമുള്ള വ്യക്തികളാണ്. കർത്താവിന് നിങ്ങളെല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് കർത്താവിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. God brought you to Him because God loves you and He has a purpose. പക്ഷെ നമ്മളറിയാതെ ഈ സ്വാധീനം മനസ്സിനെ സ്വാധീനിക്കുക. We are allowing the darkness to influence our mind. നിങ്ങൾ എത്രയോ പ്രാവശ്യം തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ തകർത്തുകളെ കണ്ടില്ലേ? സ്വാധീനം, 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 സ്വാധീനം. എവിടുന്ന് സ്വാധീനം? ഇരുട്ടിന്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങളെ സ്വന്തം പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. Transferred us from the power of darkness to the kingdom of the ഇതിനെക്കുറിച്ച് Son. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് 1 പത്രോസ് 2:9 എഴുതിയിരിക്കുന്നത്, 1 Peter 2:9. into his marvelous light എന്ന് എഴുതിയിരിക്കുന്നത്. അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. God has called us out of darkness എവിടെ നിന്നാണ് into His marvelous light. ഈ പറയുന്ന പോലെ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. He has transferred us into His അപ്പൊ marvelous അന്ധകാരം എന്ന് പറയുന്നത് എന്തുവാണ്? ഈ പറയുന്നത് പോലെ വേൾഡ്ലി നോളജ്. നമുക്കെല്ലാം അറിയാം. darkness is worldly knowledge. ഞാൻ എപ്പോഴും പറയത്തില്ലേ, 2 into 2 എത്രയാണ്? 2 into 2 is 4 അല്ലേ? അതാ വേൾഡിന്റെ സാധനം. ഫോർ മീ ഇറ്റ് ഈസ് 400. ഇറ്റ് ക്യാൻ ബി 4000 crores. അത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും അല്ലേ? നിങ്ങൾക്ക് കണക്കറിയാം, എനിക്ക് കർത്താവിനെ അറിയാം. You know maths, I know God. You know arithmetic. You know arithmetic. I know Holy Spirit. You keep certain amount in your bank and looking at that. അതിലെ നോക്കി ഇങ്ങനെ അതിന്റെ ഇൻട്രസ്റ്റ് കൂട്ടി ഇങ്ങനെ ഇരിക്കുക. എത്ര കിട്ടും? ഇൻവെസ്റ്റ്മെന്റിലോട്ട് നോക്കിക്കുക. ഒരുത്തൻ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. You are looking at your investment but failing to see what God has invested in മക്കളെ, you. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് മുഴുവനും കമ്പനി മുഴുവനും പഠിച്ച് അവൻ എന്തുവായി തീരുമെന്നൊക്കെ അറിഞ്ഞിട്ടേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. You learn about a company and invest in them. സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഒന്നിനും കൊള്ളാതെ പൊട്ടന്റെ മേൽ ഇൻവെസ്റ്റ് ചെയ്തു. But God of heaven invested in a fool like me. ഒരുത്തനും എന്റെ ഒന്നും തരത്തില്ല. കാര്യം ഞാൻ നശിപ്പിക്കുമെന്നറിയാം. Nobody gives anything to me because I destroy. കർത്താവ് പറഞ്ഞു, നീ നശിപ്പിക്കുകയല്ല, നീ പൊട്ടനായിരിക്കുന്ന എനിക്കിഷ്ടം, നിന്റെ തന്നാ നീ അതിനെ വർദ്ധിപ്പിക്കുമെന്ന് എനിക്കറിയാം. I know that you are a fool, but I know that you will increase it. അങ്ങനെ കണ്ട നമ്മുടെ ഓരോരുത്തരിലും ഈ വലിയ ദിവ്യമായിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ, so that you may proclaim the praises of Him who called you out of darkness into His തെരഞ്ഞെടുക്കപ്പെട്ടവരാ. marvelous light. You are elected. And you are chosen. മനസ്സിലായോ? നിങ്ങളെ ഈ ചുമ്മാതൊന്നുമല്ല, ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിച്ചതല്ല. എവിടെന്ന് പറഞ്ഞാ ഈ വിളിയാണ് ആദ്യം കിടക്കുന്നത്, പിന്നെ നിന്നെ ഉണ്ടാക്കിയത് തന്നെ. The calling was there before your creation. ഹലോ, നിന്നെ എത്ര വയസ്സായി മോനെ ജൂബി? നിനക്ക് എത്ര? How old are you? 42 ഉള്ളു നിനക്ക് പ്രായം. നിന്റെ കോളിന് ഇയേഴ്സ്, ഇറ്റേണൽ കോളിംഗ്. എന്നാ അത് ഫുൾഫിൽ ആയത്? നമ്മൾ നാളെ നടന്നില്ലെന്ന് പറഞ്ഞ് പണങ്ങും ഇവിടെ കിടന്ന്. ഇറ്റേണൽ കോളിംഗ് ഓരോരുത്തരുടെ മേലും കിടക്കുന്നത്. Your calling is eternal. മനസ്സിലായോ? അതിനകത്ത് ഇന്നലെ നീ കയറി വന്നതേ ഉള്ളൂ. But you stepped 3 വർഷം മുമ്പേ ചന്തു നിനക്കത് മനസ്സിലായി, നിന്നെ വിളിച്ചെന്നുള്ള കാര്യം. 3 years ago, വിളിച്ചവന്റെ വിളി നീ നിന്നോണം. stand ഇട്ടു പോവാൻ തോന്നും. Don't leave. ഒന്നും നടക്കുന്നില്ല പാപ്പ എന്നെ ചെയ്യാൻ പറ്റും ഇപ്പം. Nothing is happening. അപ്പൊ നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കളയാൻ എളുപ്പമാ. Don't leave your അപ്പൊ കണ്ടില്ല, responsibilities. ഞാൻ പറയും തല പോയാലും ഉത്തരവാദിത്തം കളയില്ല. Even if you have to let go of your head, don't ഇതിനെ മൂർച്ച താഴെ വെച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തം ഇതാണ്.
fulfill your responsibility. അത് അങ്ങനെ നിൽക്കുന്നവനെ അത്ഭുതം കാണത്തുള്ളൂ. Only such people see miracles. അല്ലെ കുറച്ച് കഴിയുന്നോണ്ട് നമ്മൾ ചാരി ഇരുന്നിരുന്ന് നമ്മൾ പുറമോട്ട് അങ്ങ് പോകും. Otherwise, one day we'll go down. ആണ് ഏലി വീണതുപോലെ പുറമോട്ട് വീണ് നമ്മൾ ചത്തങ്ങ് പോകും. Like the priest Eli. രാവിലെ അതങ്ങണ്ട പറഞ്ഞെന്ന് തോന്നുന്നല്ലേ, രാവിലെ മോർണിംഗ് യു സ്പോക്ക് അബൌട്ട് ഏലി. ഞാനിങ്ങനെ കേട്ടു ഏലി പുറമോട്ട് വീഴുന്ന, അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏലി പുറമോട്ട് വീണ് ചത്തു. How the priest Eli fell down and fell back and died. ഏലി പുറമോട്ട് വീണതുപോലെ അടുത്തിരിക്കുന്ന ആളോട് പറ, ഏലി പുറമോട്ട് വീണ് ചത്തതുപോലെ ചായല്ലേ. Don't die like how the priest Eli died. ചത്തുപോലല്ലേ. നമ്മൾ ആരും അറിയത്തില്ല, ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. Nobody will mind you. ഈ സ്വാധീനത്തെ ജയിക്കാനാണ് കർത്താവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നത്. God has invested in us to overcome this influence of darkness. യേശുവിനെ കർത്താവിന്റെ രക്ഷമായിട്ട് സ്വീകരിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? How many of you received Jesus as Lord and Savior? പകുതി, ചിലതൊക്കെ പകുതി ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് വിരലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു. അത്രേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ആയിട്ടുള്ളൂ മോളെ, ഇത്രേ ആയിട്ടുള്ളൂ, ഇത്രേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വരട്ടെ. ഇതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരൂടെ കൈയൊക്കെയുള്ള ഉടുപ്പിടണമെന്ന് പറയുന്നത്. കൈ പോക്കാനെങ്കിൽ അല്ലേ. മറ്റേ ഇങ്ങനെ പറയുന്നത് സ്ലീവ്ലെസ്സുകാരാ, പൊക്കം വെക്കത്തില്ല, ലിമിറ്റഡ് എഡിഷനാ. നമ്മളിങ്ങനെ നോക്കി പറയുമല്ലോ, നമുക്ക് എങ്ങനെ പൊക്കേണ്ടത്? എൻ്റെ റൈറ്റ് ഹാൻഡ് ഷുഡ് ബി above of your head, above of your head. Why it is so? എന്നെ കാണിക്കാൻ നമ്മളെ അതൊന്ന്. The very name of the Lord is written on your right palm. ഇവിടെ എഴുതിയിട്ടുണ്ട്, യേശുവ എന്ന് എഴുതിയിട്ടുണ്ട്, ഇതിനകത്തുണ്ട്. അത് കാണിക്കാം, പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യേശുവ, ആ പിക്ചർ ഒന്ന് കാണിച്ചേ. യേശുവ എന്നുള്ള വാക്ക് എങ്ങനെ ഇരിക്കുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. യോത്ത് ഷിൻ വ ഐൻ, അതാ യേശുവ. യോത്ത് ഷിൻ വ ഐൻ. യോത്ത് എന്ന് പറഞ്ഞാൽ കൈ, നമ്പർ 10 എന്ന് പറയാം, കൈ എന്ന് പറയാം. കണ്ടതാണ് അതിൻ്റെ മറ്റേ ഹാൻഡ് കാണിക്കാമോ? അതാ യോത്ത് ഷിൻ വ ഐൻ. ഇപ്പം ഷിൻ എന്ന് പറഞ്ഞാൽ പിയേഴ്സ്ഡ് എന്ന്, പിയേഴ്സ്ഡ്, കിഴിച്ചു. വ എന്ന് പറയുന്നത് നെയിൽ, ആണി. വ. ഐൻ എന്ന് പറഞ്ഞാൽ ബിഹോൾഡ്, നോക്കുക. അപ്പം ആണി കൊണ്ട് കൈ കിഴിച്ചവനെ കാണുക, ബിഹോൾഡ്. മറ്റേ പിക്ചർ ഉണ്ടോ നോക്കി നമ്മളെ. അത് ഒരു റൈറ്റ് ഹാൻഡിൻ്റെ ഷേപ്പിലാണ് ഈ നമ്മുടെ ഈ കയ്യിലുണ്ട്. യേശുവെന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ട്? വലത്തെ കയ്യിൽ എന്തുണ്ട്? യേശുവെന്ന് എഴുതിയിട്ടുണ്ട് ഇതിൽ. ഇറ്റ് ഈസ് എൻഗ്രേവ്ഡ്. ഇതിനകത്തുണ്ട് സാധനം. അത് കാണിക്കുക, ആ പിക്ചറൊന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അത് നമ്മൾ എന്നിട്ട് എന്താ പറയുക, അതെടുത്തിട്ട് അത് ലിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ തലയുടെ മേളോട്ട് വെച്ചിട്ട് പറയാ, ഐ ആം അണ്ടർ ഹിം. He is my Lord. It is written on the palm, and then you tell him that I am under him. ഞാൻ ഈ യേശുവയുടെ കർത്തൃത്വത്തിന് കീഴിലായിരിക്കുന്നു. എനിക്ക് വേറെ ഒരു കർത്താവും ഇല്ലെന്നേ. I am under എനിക്ക് വേറെ, there is no other Lord. എനിക്ക് യേശു മതി. യേശുവിന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഇരിക്കുന്നതുകൊണ്ട് യേശു ചെയ്തതിനേക്കാളും വലുത് ഞാൻ ചെയ്യും. And because I am under his lordship, I will do something more than him. യേശു ചെയ്തതിനേക്കാളും വലുത് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? Can we do greater than what he has done? അത് അഹങ്കാരമല്ലേ? അത് അഹങ്കാരമല്ലേ? Wouldn't that be pride? അഹങ്കാരമല്ലേ? പറ. വേറെ he said, യേശു ചെയ്തതിനെ കണ്ട് വലുത് ചെയ്യാൻ പറ്റുമോ മോനെ ജോഷുവ? പറ്റൂടാ. താണ്ടി ഇതാ, this is that. വാസു ബ്രോ, take it. This is that. കണ്ടോ ഈ കൈ ഇരിക്കുന്നുണ്ടോ? അപ്പം കൈ പോക്കെന്ന് പറഞ്ഞേ, ഇങ്ങനെ പോക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. നമ്മൾ ഇങ്ങനെ ചിറകടിച്ച് ഉയരും കാലം പക്ഷികളായിട്ട് നമ്മളിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഞാനുണ്ട്. കർത്താവിനെ രക്ഷിതായിട്ട് സ്വീകരിച്ചവരാരാ? ഞാനും ഉണ്ട്. കണ്ടോ ജീരവ് കാണിക്കുന്നുണ്ടോ? അവനൊന്നും മനസ്സിലായില്ലല്ലോ, അത് മനസ്സിലായി. കൈയുള്ളവരൊക്കെ ഇങ്ങനെ കാണിച്ച് എവിടെ ഇരിക്കണം? എബവ് യുവർ ഹെഡ്. ആ വളച്ച്. അപ്പൊ ഇത് ഇച്ചിരി വളയാണ് ഇങ്ങനെ. അതാ അപ്പൊ തലയുടെ മേളി വരത്തുള്ളൂ അല്ലേ? ഇവിടെ കിട്ടിയോ? ഇടത്തെ കൈയല്ല മോനെ, ഇടത്തെ കൈയല്ലല്ലോ, വലത്തെ കൈയല്ല.
Right hand. അതങ്ങനെ Right തോന്നുന്ന hand. ഫീൽ ചെയ്യുന്നത്. വലത്തെ കൈ അങ്ങ് പൊക്കി പിടിച്ചു. Lift up your right hand. അത് സാധനം എങ്ങനെ ഇരിക്കുന്നു. ഇതെന്തോ പറയുന്നത്? What does it say? യു ആർ അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് യേശുവ. You are under the lordship of Yeshua. യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്. You are under the lordship of Jesus. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ഫ്രാഗ്രൻസ് എന്നെ ഒഴുകത്തുള്ളൂ. His fragrance will flow out through me. ഇതാ വിക്ടറിയ കാണിക്കുന്നത്. വിക്ടറിയ ഞാൻ ജയിച്ചവനോടാ ഇരിക്കുന്നത്. യോഹന്നാൻ 14:12. John 14:12. What does it say? എന്തോ ചെയ്യും? You will do greater things. എന്തോ ചെയ്യും? ആമേൻ ആമേൻ. എല്ലാവരും ചേർന്ന് വായിച്ചേ. അത് 1 2 3 എന്ന് പറഞ്ഞിട്ട് പറയാം. ഇത് വലതായിട്ട് കിടക്കാതെ 1 2 3. യേശു പിതാവിന്റെ അടുക്ക പോയോ? അപ്പൊ എന്തോ ചെയ്യണം? ആരുടെ കുഴപ്പമാ? ആരുടെ കുഴപ്പമാ? യേശുവിന്റെ കുഴപ്പമാണോ പിതാവിന്റെ കുഴപ്പമാണോ? പറ. എൻ്റെ കുഴപ്പമാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന്റെ കുഴപ്പം ഞാൻ തന്നെ. I am like this because of me. എനിക്ക് Not ആരുമില്ല. God's fault. എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ആരും എന്നെ സഹായിക്കുന്നത്. നിന്നെ സഹായിക്കാൻ ആരും വേണ്ട. നീ അതിനേക്കാളോ അതിന്റെ മേളിൽ കയറി നിൽക്കേണ്ട വ്യക്തിയാ. You are somebody. നീ സഹായം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെ സഹായത്തിന് വേണ്ടി കിടക്കുന്നത്. നീ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനുള്ള അധികാരത്തിൽ വന്ന വ്യക്തിയാ. You are asking for help. That's why you are in need. But you are supposed to call out things that do not exist. ക്രിയേറ്റീവ് മിറക്കിൾ. ക്രിയേറ്റീവ് മിറക്കിളിന്റെ ആളാ നീ. You are somebody who has to operate creative miracles. നീ നിന്നെ വില കുറച്ച് കാണുന്നുണ്ട്. നീ പറഞ്ഞാൽ നടക്കും. What you say will come to pass. ഇല്ലെങ്കിൽ ഉള്ളതുപോലെ ഞാൻ വിളിച്ചു വരുത്തും. I will call for things that do not exist. അപ്പൊ നമ്മുടെ സങ്കടവും ഇതൊന്നുമല്ല. അതാ പറഞ്ഞ ലോകം നിന്നെ എപ്പോഴും ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചുരുങ്ങി ഇല്ലാതായി പോകാൻ ലോകം ആകർഷിക്കും. Constantly attracting you. മറ്റേ അങ്ങനെ ദൈവരാജ്യത്തിനകത്ത് ഒരുത്തന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. In kingdom you cannot even sleep. ദൈവരാജ്യോ It's a kingdom. കാര്യം അവിടെ ഉറക്കമല്ല വിഷയം. അവിടെ ശാരീരിക ബലഹീനതയല്ല വിഷയം. അവിടെ മനസ്സുമല്ല വിഷയം. ആത്മാവില ജ്വലിച്ചോണ്ടിരിക്കുക. We keep burning in the spirit in the kingdom. ജയകരമായ ജീവിതത്തിലേക്ക് നമ്മളെ വിളിച്ചേക്കുന്നു. God called us to victorious. ഈ വർഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. Let that happen. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. I would like to pray and wind up.